أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. صدق الله مولانا العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: من أحب أن ينظر إلى أتقاء الله من النار فلينظر إلى المتعلمين، أو كما قال رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. انظر حالنا يا شفيع الله، اسمع مقالنا يا نجي الله. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. لا إله ഡിലേറ്റോ 3 റിപ്പിൾ. يا شيخنا تاج العلماء من صورات كرماء، خذ بأيدينا دواما أنت تاج العلماء. لا إله الله، لا إله إلا الله. نحن من غير مالكم يا شيخنا يا ظهرنا، قد آتينا بابكم يا شيخ تاج العلماء. لا إله الله، لا إله إلا الله. وانظرنا ورحما لا تطردن شيخنا، ربنا وزكينا يا شيخ تاج العلماء. لا إله
الله لا إله كدناك النير القلب نير النور كبيا في أول قلب الخير النور باثير تمم خلاك كاني غير لا إله الله لا إله ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, മാന്യ രക്ഷിതാക്കൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ്എംഎസിന്റെയും എസ്എസ്എഫിന്റെയും കർമ്മോത്സകരായ പ്രവർത്തകന്മാർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, അല്ലാഹു നമ്മുടെ ഈ മഹത്തായ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. സൗണ്ട് കൂട്ടുക, കേരളം ഉസ്താദാകുമ്പോൾ നീട്ടണ്ട, ഞാനാകുമ്പോൾ നീട്ടേണ്ടി വരും. അതെനിക്ക് ഡിലെല്ലാം വേണം. ആരൊക്കെ നമ്മുടെ ഈ മഹത്തായ വേദിയോട് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സഹകരിച്ചോ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിന്റെ മഹത്തായ ഉപദേശം കേട്ട് കുളിർമ കൊണ്ട് നിൽക്കുന്ന നിങ്ങളെ മുമ്പിൽ ഇനി ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമുണ്ട് എന്നെനിക്കറിയും തോന്നുന്നില്ല. എന്നിരുന്നാലും മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്ത് വെച്ച് ഇതുപോലൊരു വേദി സംഘടിപ്പിക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളോട് അഭിസംബോധനം ചെയ്യാനുള്ള ഒരു സാഹചര്യം എത്തപ്പോ അതൊന്ന് ഉപയോഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ഞാൻ ഇവിടെ എണീറ്റ് നിൽക്കുന്നത്. അല്ലാഹു നമുക്ക് ദീനിയായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഈമാനോടുകൂടെ മരിക്കാനും നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ യൂസുഫ് ഖാദി ഉസ്താദ് അടക്കമുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നിനായ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ പോലെ വിദേശത്തിൽ നിന്ന് ഒരു പ്രത്യേക ഫണ്ടിലേക്ക് ആവശ്യമില്ലാതെ തന്നെ ഈ നാട്ടിലെ കൂലിപ്പണിക്കാരും സാധാരണക്കാരും കടൽ തൊഴിലാളികളുമെല്ലാം ഒത്തൊരുമിച്ച് ഒരു വലിയ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കൊടുത്തിട്ടുണ്ട്. മദ്രസയുടെ വിജ്ഞാനം മദ്രസയിൽ നിന്നും ലഭിക്കുന്ന ധാർമ്മികമായ ബോധം, ആ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്
നമ്മുടെ ഇന്ത്യ രാജ്യമടക്കം പല രാഷ്ട്രങ്ങളും പല സ്ഥലങ്ങളും പ്രശ്ന കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര വസ്തുക്കളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരായി മനുഷ്യരായ നമുക്ക് പ്രത്യേകമായ കഴിവും ബുദ്ധിയുമെല്ലാം നൽകി ഈ ലോകത്തേക്ക് പറഞ്ഞുവിടുമ്പോൾ രാജാതിരാജനായ അല്ലാഹുവിന് പ്രത്യേകം ചില കാഴ്ചപ്പാടുകളുണ്ട്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും മനുഷ്യന്റെ ഉപകാരത്തിനു വേണ്ടിയാണ് അല്ലാഹു തആല പടച്ചതെങ്കിൽ മനുഷ്യരായ നമുക്ക് ഈ ഒരു ബഹുമാനവും ബഹുമതിയും നൽകാനുള്ള കാരണം എന്താണെന്നതും പരിശുദ്ധ ഖുർആനും നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന രാജാവിനെ ഒന്നറിയണം. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെടണം. അതിലൂടെ ശാശ്വതമായ ജീവിതം കൈവരിക്കണം. അവിടെ വിജയത്തിന്റെ വഴിയിലേക്ക് എത്തിപ്പെടണം എന്ന ഒരു ഉദ്ദേശമാണ് മനുഷ്യരായ നമ്മെ പടക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കോടിക്കണക്കിന് വരുന്ന മലായിക്കത്തുകൾക്ക് മുന്നിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചുവിടുമ്പോ ഒന്നര അബൂൽ ബക്കർ ആദം നബി അലൈഹിസ്സലാമിന്റെ ആദരവിനെ സൂചിപ്പിക്കാൻ മഹാന്മാരായ മലായിക്കത്തുകളോട് സുജൂദ് കൊണ്ട് കൽപ്പിച്ചു എന്നത് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് വിശദീകരിച്ച സത്യമാണ്. ഉണ്ടായിരുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ കോലത്തിന് ബഹുമാനിക്കാനുണ്ടായ കാരണം മലായിക്കത്തുകൾക്ക് അന്ന് നൽകപ്പെടാത്ത ഒരു പ്രത്യേകത രണ്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലോകത്ത് അല്ലാഹു പടച്ചുവിടുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും മഹാന്മാരായ മലായിക്കത്തിന്റെയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മുമ്പിൽ നിരത്തിവെച്ച് ആ വസ്തുക്കളുടെ പേരും അതിന്റെ ഉപകാരങ്ങളും അവകളെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളും ഏതെല്ലാമാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മലായിക്കത്തിനോട് പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് സാധിച്ചില്ല. ആ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട അബൂൽ ബക്കർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ വിശദീകരിച്ചു കൊടുത്തു. മലായിക്കത്തുകളെക്കാൾ ബഹുമതി അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് കൊടുത്തത് അവിടത്തേക്കുണ്ടായിരുന്ന വിജ്ഞാനം കൊണ്ടാണ്. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇസ്മാഈൽ ഹുക്കി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, അല്ലമഹു സബ്അമിയത അൽഫ മറ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല 70,000 ഭാഷകൾ അല്ലാഹു തആല പഠിപ്പിച്ചു.
ആദം നബി അലൈഹിസ്സലാമിനെ വർത്തമാനം പറയാൻ അറബി മാസത്തിൽ അറബി ഭാഷയിൽ മാത്രം അല്ലാഹു തആല കൊടുക്കില്ല. 70,000 വരുന്ന ഭാഷകൾ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമായിരുന്നു. എന്നാലോ എന്ന മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഫലമ്മാ വഖാഫി അത്യുസറ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രമാണമെന്ന് ആ മരച്ചില്ലയിലുള്ള കായ കഴിച്ചതിന്റെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹത്തായ വേദിയില് സംസം വെള്ളം 6,666 രൂപയ്ക്ക് വിളിച്ചെടുത്ത അല്ലേ? ഓരോന്നല്ലേ ₹6,666 വിളിച്ചെടുത്ത 2 ആളുകൾക്ക് വേണ്ടി വായരക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2 ആളെന്നല്ലോ അവന് അല്ലേ? അല്ലാഹു അവരെ സദഖ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നിനായ ബാഫയ്ക്ക് തങ്ങൾ പാപ്പം മന്ത്രി ചോദിയ തേന് ഇൻഷാ അല്ലാഹ് വേദിയിൽ നിങ്ങൾ അങ്ങോട്ട് തന്ന് നിങ്ങളെടുത്ത് അങ്ങ് വന്നു തരും. അപ്പൊ അത് നിങ്ങളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ കനിയിൽ നിന്ന് ആ കനി ഭക്ഷിച്ചതിന്റെ പേരിൽ 70,000 വരുന്ന ഭാഷകളിൽ നിന്ന് അറബിയല്ലാത്ത മുഴുവൻ ഭാഷകളും അദ്ദേഹം മറന്നുപോയി. എന്നിട്ടോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പിന്നീട് അല്ലാഹു തആല നബുവത്ത് കൊണ്ട് തിരഞ്ഞെടുത്തപ്പോൾ റബ്ബല്ലാഹു അലൈഹി ജമീഅൽ അദ്ദേഹം മറന്നുപോയ മുഴുവൻ ഭാഷകളും അല്ലാഹു മടക്കി കൊടുക്കുകയാണ്. ഓ എന്റെ സഹോദരന്മാരെ, അന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസാത്ത് തകല്ലമഹു ബിജമീഇൽ ലുഗാത്തിൽ മുഖ്തലിഫത്തിൽ ലത്തി യതകല്ലമു ബിഹാ ഔലാദുഹു ഇലാ യൗമിൽ ഖിയാമ. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് ഏതെല്ലാം ഭാഷകൾ ഇവിടെ ആരെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ആ ഭാഷകളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. അല്ലാഹു തആലയുടെ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്തായിരുന്നു. ഇങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനത്തിന്റെ കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്ന വിജ്ഞാനമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഇൽമ നമ്മളും കരഗതമാക്കിക്കോളണം. ഇൽമ പഠിക്കലോടുകൂടെ അതിനനുസരിച്ചുള്ള ഭൂമിയിലേക്ക് ഏർപ്പെടുകയും വേണം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 1000-ഓളം ജോലികൾ കൈവശമുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നു. 1000 ജോലി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? അവിടത്തെ മക്കളിൽ നിന്ന് വരുന്ന ആളുകൾ ആ ജോലിയെല്ലാം പഠിച്ച് ദുന്യാവിലുള്ള സൗകര്യം, ദുന്യാവിലുള്ള സമ്പത്ത്, ആഖിറത്തിൽ ഉപകരിക്കുന്ന സമ്പത്ത് കരഗതമാക്കാനുള്ള വഴി സ്വീകരിക്കണം.
ഞാൻ ഈ വിഷയം പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഇന്ന് പല ആളുകളും ഒരു പണിയില്ലാതെ നടക്കുക. ഓന്റെ കയ്യിൽ ഇൽമുമില്ല, ഇന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ അതുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞല്ലോ, മദ്രസ ഒഴിവുള്ള സമയത്തും ഇൽമു പഠിക്കാനുള്ള സാഹചര്യം വേണം. ഇവിടത്തെ ചെറുപ്പക്കാർ അല്ലാഹു തആല അവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. ആ ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ ഉസ്താദുമാരുണ്ടാകും. മദ്രസയുടെ പഠനം നടക്കാത്ത നേരം നോക്കി ആ മദ്രസയിലേക്ക് ചെന്നുകൊണ്ട് വിജ്ഞാനം കരഗതമാക്കാനുള്ള അവസരം എടുക്കണം. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ കരഗതമാക്കിയാൽ പരിശുദ്ധരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഭരണമേറ്റെടുത്തു. ആ ഭരണത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഭരണങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ പറയുന്നു, സമൂഹമേ, ഇന്നീല അക്റഉ അൻ അറാഅകും സബഹുലനാ, നിങ്ങളിൽ നിന്ന് ഒരാളും ഒരു പണിയുമില്ലാതെ നടക്കുന്നത് ഞാൻ കാണാൻ പാടില്ല. നിങ്ങളുടെ ആയുസ് വെറുതെ കളയാനുള്ളതല്ല, നിങ്ങളെ സമയം വെറുതെ കളയാനുള്ളതല്ല. ലാ ഫീ അമലി ദുനിയാ വലാ ഫീ അമലി ആഖിറതിഹി. ഒന്നിരിക്കൽ ദുന്യാവിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിലോ ആഖിറത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങളുമായി ഏർപ്പെടണം. ദുന്യാവും ആഖിറവും ഇല്ലാതെ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളതല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഭരണീയരോട് പഠിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്റെ ചെറുപ്പക്കാരോ, നമ്മുടെ ആയുസ് വെറുതെ കളയാതെ നമ്മുടെ നാടിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം, നമ്മുടെ നാടിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങളും ചെയ്യണം. അർഹമുർ റഹീമീനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല പ്രത്യേകം ജോലി പഠിപ്പിച്ചു കൊടുത്തിരുന്നു, അവർ പഠിപ്പെടുത്തിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളിൽ നിന്ന് ഹദീസ് പരിശോധിച്ച് മഹാന്മാരായ മുഹദ്ദിസുകൾ പറയുന്നു, ആദം നബി അലൈഹിസ്സലാം വലിയ കൃഷിക്കാരനായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ഒരു വലിയ കൽപ്പണിക്കാരനായിരുന്നു, നല്ലൊരു ആശാരിയായിരുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം നല്ല ഒരു ടൈലറായിരുന്നു. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരു വലിയ വസ്ത്രം മുന്നുന്ന ആളായിരുന്നു. ഓയുള്ള സഹോദരന്മാരോ സുലൈമാൻ നബി അലൈഹിസ്സലാമോ അദ്ദേഹത്തിന്റെ ഭരണം കയ്യിലുണ്ടായിരിക്കോ പൊതുമുതലിൽ നിന്ന് സമ്പത്തെടുക്കാതോ സുലൈമാൻ നബി അലൈഹിസ്സലാം സ്വന്തമായി കൊട്ടയുണ്ടാക്കും. ആ കൊട്ട കൊടുത്തുകൊണ്ട് ചന്തയിൽ കൊണ്ട് വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം തന്നിരിക്കും എന്നല്ലാതെ പൊതു സ്വത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഒരു ശീലം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമില്ലായിരുന്നു. എന്ന പോലെ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം അവര് ആടുമേക്കുന്നവരായിരുന്നു. അവർക്കെല്ലാം അല്ലാഹു തആല നബുവത്ത് കൊണ്ട് അനുഗ്രഹം കൊടുത്തിരുന്നു. അല്ലാഹു തആല ജീവിത മാർഗത്തിലുള്ള വഴി സ്വീകരിക്കാൻ അനുവദിച്ചത് കൊണ്ട് അവരതെല്ലാം ചെയ്യുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. എനിക്ക് ഉള്ളത് പറഞ്ഞാല് ശ്വാസം കിട്ടണില്ല.
ഏപി ഉസ്താദിന് ഇപ്പൊ പതുക്കെ പറഞ്ഞാൽ നിങ്ങൾ തെക്കുബീറുമല്ലോ. ഞാൻ ഇവിടുന്ന് എന്ത് വച്ചിട്ടിട്ട് ഒരു കുലുക്കം ഉണ്ടാവില്ല. എനിക്കിത് ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടണം. അതിന് ഡിലേ വേണമെന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞു. മൂപ്പരപ്പോ കാണുന്നല്ല, മോനെജാ ഡിലേ ഒന്ന് കയറ്റടാ, എനിക്ക് ഞാൻ എന്താ വെച്ചാൽ എടുക്കാത്ത 500-1000 തരാം, ഒന്ന് കയറ്റി ശരിക്ക് കയറണം. ആ ബുർദൊക്കെ ഉണ്ടാണ് ആ സൗണ്ട് ഉണ്ടല്ല. അതിമ തൊട്ടാ മാത്രം പോരട്ടോ, ഇത് ഞാൻ ഇവിടെ പറയണമെന്നൊരു ബോധം കൂടി എനിക്ക് വേണം. ഒന്ന് കയറ്റി വയ്ക്കുക, നല്ലോണം കയറട്ടെ, ശ്വാസം കിട്ടാത്തതുകൊണ്ട് പറയാം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ പഠിക്കണം, പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ന്യൂ ജനറേഷന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, പേരിനൊരു ക്ലാസ് ഉണ്ടാകും, പിന്നെ അവന്റെ ബാപ്പിയമ്മി എത്ര അങ്ങ് പ്രായമായാലും പണിക്ക് പോണ ബാപ്പന്നെ. നാളെ ഞാനൊരു കുട്ടിനെ കണ്ട്, ഒരു 10-20 വയസ്സ് കഴിഞ്ഞേക്കും, നമ്മ സ്കൂളിലൊന്നും പോണില്ല. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എനിക്ക് പണി ഉണ്ടടാ? ആ ഉണ്ട്. കാരണം എന്ത് വെച്ചാൽ എളാപ്പാന്റെ കൂടെയാണ്. എളാപ്പാക്ക് എന്താ പണി വെച്ചാൽ എളാപ്പ വെറുതെ എടുക്കലാണ്. അപ്പൊ പറയാനൊക്കെ നല്ല പണിയുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നും പോകില്ല. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സഹായങ്ങൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് അവർക്ക് ചെയ്തു കൊടുത്തോളണം. പഠിക്കേണ്ട നേരത്തെ പഠിച്ചോളണം. വെക്കേഷൻ സമയങ്ങൾ വരുമ്പോൾ ആ വെക്കേഷനുകളിൽ ജോലിക്ക് പോകാൻ നമ്മൾ തയ്യാറായിക്കൊള്ളണം. ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനയിലേക്ക് കടന്നു പോകുന്ന നേരം 2 മജ്‌ലിസുകൾ റസൂലുള്ളാഹി തങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. 2 വിഭാഗം ആളുകൾ 2 ഭാഗത്തിരിക്കുന്നത് കണ്ടു. അതിലൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹു തആലയുടെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഇങ്ങനെ അദ്കാറും ഖിറാഅത്തുകളുമായി അവരിങ്ങനെ ഒരു ഭാഗത്തിരിക്കുന്നു. വേറെ ഒരു വഴിക്ക് നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നു, അവരെ ഇൽമു പറയുകയാണ്. വസാനി യുഅല്ലിമൂന അന്നാസ്. വേറെ ഒരു കൂട്ടരെ കണ്ടപ്പോൾ അവർ മറ്റുള്ളവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ 2 മജ്‌ലിസിലെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കണ്ടപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത്, ഏത് മജ്‌ലിസിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഉപയോഗത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് പഠിപ്പിക്കാൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, ഇൽമു പറയുന്ന മജ്‌ലിസിന് അല്ലാഹു തആല പ്രത്യേക ബഹുമാനം പറയുന്നുണ്ട്. കാരണം ഈ ഭാഗത്തുള്ള ആളുകൾ റബ്ബ് തആലാക്ക് ദിക്ർ ചൊല്ലുകയാണല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണല്ലോ. ഈ ദിക്ർ ചൊല്ലുന്നതിന് പടച്ച റബ്ബ് അല്ലാഹു തആല ഉദ്ദേശിച്ച പ്രതിഫലം നൽകും. ഇല്ലെങ്കിലോ അല്ലാഹു തആല മജ്‌ലിസിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ആ സ്ഥാനത്ത് അമ്മാ ഹൗലായി ഫയുഅല്ലിമൂന അന്നാസ്, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ആളുകളെ നോക്കിയിട്ട് മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്നെ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ദിക്ർ ചൊല്ലുന്നവനായിട്ട് എന്നല്ല, നേരെ മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാനും ഒരു മുഅല്ലിമാണ്. അതുകൊണ്ട് ഈ 2 മജ്‌ലിസിൽ നിന്ന് ഏറ്റവും മഹത്തായ മജ്‌ലിസ് ഇൽമു പറയുന്ന മജ്‌ലിസാണ്, ഇൽമു പഠിപ്പിക്കുന്ന മജ്‌ലിസാണ്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസിനേക്കാൾ മഹത്വം ഇൽമു പറയുന്ന മജ്‌ലിസിനാണ്.
അപ്പൊ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, മുഅല്ലിമീങ്ങൾ, ആ മുഅല്ലിമീങ്ങൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, എന്റെ ഖുലഫാകളാണവർ, എന്റെ ഖുലഫാകൾ, എന്റെ ഖലീഫമാരാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന, ഇൽമു പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയില്ല, എന്നെ കൊണ്ടൊക്കെ കഴിയണമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കും കുറെ ദൂരം ഞങ്ങളുടെ തിരിച്ചു പോകാനുള്ളതല്ലേ. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗം നിർത്തും. അല്ലാഹു തആല നല്ലതൊക്കെ പറയാനും നല്ലത് കേൾക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ പകർത്താൻ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അയ്യുൽ അഅ്മാൽ അൽ-അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹു തആലക്ക് ചെയ്യുന്ന ആരാധനകളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്തായ കർമ്മം ഏതാണ്? ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഇൽമു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അറിയലാണ് ഏറ്റവും വലിയ അമൽ. സ്വഹാബത്ത് ചോദിച്ചു, അയ്യുൽ ഇൽമു തുരീദു യാ റസൂലല്ലാഹ്, നിങ്ങൾ ഈ ഉദ്ദേശിച്ച ഇൽമ് ഏതാണ്? ഞങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും നല്ല അമൽ ഏതാണെന്നല്ലേ? നിങ്ങൾ അതിന് മറുപടി പറയുന്നത് അൽ ഇൽമു ബില്ലാഹ്, അല്ലാഹു തആലയെ കുറിച്ചുള്ള അറിവാണ്. ഉടനെ തന്നെ ഹബീബായ നിബിതങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നസ്അലു അനിൽ അമലി വതുജീബു അനിൽ ഇൽമി, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് അമലിനെ കുറിച്ചാണ്, നിങ്ങൾ ഞങ്ങളോട് മറുപടി പറയുന്നതോ ഇൽമിനെ കുറിച്ചുമാണല്ലോ നബിയേ. ഞങ്ങളെ ചോദ്യത്തിനല്ല നിങ്ങൾ മറുപടി പറയുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ ഇൽമു കൂടുതലോടുകൂടെ അമല് പറഞ്ഞാൽ ഇന്ന ഖലീലൽ അമലി യൻഫഉ ബില്ലാഹ്, അള്ളാനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മമുണ്ടല്ലോ, ആ ചെറിയ കർമ്മം അറിവില്ലാതെ ചെയ്യുന്ന ആരാധനകൾ എത്ര അധികരിച്ചാലോ അതിനേക്കാൾ മഹത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചെറിയ അമലുകളാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അമലിന് അറിവില്ലാതെ ചെയ്യുന്ന അമല് കൂടുതലായാലും പവർ കൂടുതൽ ഈ ചെറിയ അമലിനാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും നിസ്കാരത്തിലെ കടന്ന നിസ്കാരത്തിന്റെ മസാലകൾ നമ്മൾ അറിയണം. ഇപ്പോ പൊതുവെ ത്വലാഖ് വിവാദമാണല്ലോ. മുത്തലാഖുമായി വിഷയം വല്ലാതെ കേരളത്തിന്റെ പല ഭാഗത്തും വല്ലാത്ത ചർച്ച മുത്തലാഖ്. ചില ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളോട് ഇത്ര സ്നേഹമുള്ള ഒരു സമൂഹം വേറെല്ലാം തോന്നിപ്പോകും. കാരണം എന്താ, ചാനൽ മുഴുവനും പർദ്ദട്ട പെണ്ണുങ്ങന്മാരെ കണ്ണീര് ഒപ്പിയെടുക്കുന്ന കുറെ വീഡിയോ. അങ്ങനെ കാസർഗോഡ് കുറെ മുക്കുമൂലയിൽ പോയി കുറെ പെണ്ണുങ്ങന്മാരെ സങ്കടം കേട്ട് അത് ഒരു വീഡിയോ ആക്കി. അങ്ങനെ മുസ്ലിം സ്ത്രീകളെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കണ്ണൂരുള്ള പെണ്ണുങ്ങന്മാര് വിഷമിക്കുന്നുണ്ട്. നിലമ്പൂര് ഞങ്ങളെ ഭാഗത്തുള്ള കുറെ പെണ്ണുങ്ങന്മാർ അങ്ങനെയും വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഓല ഫോട്ടോ ഒക്കെ എടുത്ത് ചാനലുകളിൽ ചർച്ച. ഞാൻ എന്റെ ഉമ്മാരോട് പറയട്ടെ, ശരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലപ്പത്. നമ്മളെ മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിലുള്ള സ്ത്രീകൾ വിഷമിക്കുന്നതിലുള്ള ആ ഒരു സങ്കടത്തിന്റെ പേരിലൊന്നും അല്ല ഇത്. ഇത് മുസ്ലിം സ്ത്രീകളെ മുസ്ലിങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം പീഡിപ്പിക്കുന്നുണ്ട് എന്ന് മറ്റു മതക്കാരെ മുമ്പിൽ ഇസ്ലാമിനെ കൊച്ചാക്കാനുള്ള ഒരു വലിയ അജണ്ടയാണ്. അല്ലാഹു തആല കാവല് നൽകുമാറാകട്ടെ. ഇപ്പൊ ത്വലാഖ് ചൊല്ലില് നമ്മളിങ്ങനെ കുഴപ്പമുണ്ടാക്കൊന്നും വേണ്ട. ഏത് നമ്മളെ പ്രധാനമന്ത്രി എന്നെ ത്വലാഖ് ലീഗ് മൂപ്പര പെണ്ണുങ്ങളെ ത്വലാഖ് ചൊല്ലി 3 ത്വലാഖും ചൊല്ലപ്പെട്ട പെണ്ണ. അതാരും കണ്ടില്ല.
ഇപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞു, എങ്ങനെ ഇയാളിതൊക്കെ കാണാൻ പഠിച്ചെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാനത് പറയില്ല. ഊർവശി ചേച്ചിനെ അറിയാത്തപോലെ ഒരുവിധം ചെറുപ്പക്കാർക്കൊന്നും ഉണ്ടാവില്ല. ഊർവശി ചേച്ചിനെ മനോജ് കെ ജയന് തൊലാക്കൊല്ലി, നിങ്ങളെ അറിയ വിഷയം അടച്ചോനെ. കാവ്യമാധവനെ തൊലാക്കൊല്ലിയിലോ അല്ലവനെ ചൊല്ലി. മഞ്ജു വാര്യരെ ദിലീപ് തൊലാക്കല്ലി. ഈ തൊലാക്കൊല്ലിയൊന്നും ആരും അറിഞ്ഞില്ല. പിന്നെ നിലമ്പൂര് കാട്ടിലെ ഏതോ ഒരു പെണ്ണിനെ തൊലാക്കിലോ അവിടെ ചാനല്. തൊലാക്ക് എന്ന് പറയുമ്പോ അത് വലിയൊരു തെറ്റും, ഡൈവോഴ്സ് പറഞ്ഞാൽ അതൊരു തെറ്റില്ലാത്ത പോലും. ഇങ്ങനെ ചില ആൾക്കാരെ വാർത്ത. ശരിക്കും ഇസ്ലാമിലുള്ള ആ തൊലാക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാലേ, ഇത് ബഹുമാനപ്പെട്ട കാന്തൂർ ഉസ്താദ് പറഞ്ഞ പോലെ അതൊന്ന് പഠിക്കണ്ടേ. ത്വലാഖിന്റെ വീതി തന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാന്ന്. ഞാനിങ്ങോട്ട് വരുമ്പോ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നോണ്ട് ഒരു ഭാഗത്തുണ്ട് ഇവിടെ പാർക്ക് ചെയ്യുക, ഇവിടെ പാർക്ക് ചെയ്യാതെ ഒരു സ്ഥലത്ത് എഴുതി വെച്ച് അവിടെ തന്നെ പാർക്ക് ചെയ്യാവൂന്നല്ല, വേറെ ഒരു സൗകര്യമുള്ളിടത്തൊക്കെ പാർക്ക് ചെയ്യുക, ബെഡിങ് ചെയ്യാന്നാ, അനുവദനീയാന്നാണ്. ചില ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കാണാൻ എന്താ അറിയങ്ങള്, ഒരു ചട്ടി ഉണ്ടാവും, കണ്ടാ ചുമരം വരെ എഴുത്ത് എഴുതിയിട്ടുണ്ടാവും, എന്താണ് ഇവിടെ തുപ്പുക. അതിന്റെ അർത്ഥം എന്താ, വരുന്നവരൊക്കെ അവിടെ തുപ്പണമെന്ന്. തുപ്പാൻ ആവശ്യമുള്ളവര് തുപ്പുള്ളവര് ഇവിടെ തുപ്പുക. ഇതന്നെ ത്വലാഖും ജായിസാണത്, ആവശ്യത്തിന് ചെയ്യാം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉറപ്പുണ്ടോ? എന്നാല് അവരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് ജീവിതം പിരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തമ്മിൽ ഒത്തുപോകില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് ത്വലാഖ് ചൊല്ല. ഇതാണ് ഇസ്ലാമിന്റെ വിധി. അതിന് 3 ഒന്നായിട്ട് ചൊല്ലിയാലും 3 ഓരോന്നോരോന്ന് ചൊല്ലിയാലും രണ്ടും പോകും. നിങ്ങൾ എനിക്കൊരാളൊരു 300 റുപ്യ കടം തന്നു. 300 റുപ്യ കടം തന്നപ്പോ ഒരാള് തിരിച്ചു കൊടുക്കണ ആദ്യം 100 കൊടുത്ത്, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി കൊടുത്ത്, അത് കഴിഞ്ഞവരും കൂടി കൊടുത്ത്, എന്നാലും 300 വീടിയാണ് വീടി. ആ സ്ഥാനത്ത് 300 ഒപ്പാണ് കൊടുത്ത്, എന്നാലും 300 വീടിയിലെ ഇതന്നെയപ്പോ ത്വലാഖും. ഒരു ത്വലാഖ് ചൊല്ലി, 2 ചൊല്ലി, 3 ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖ് 3 സംഭവിക്കുക. 3 ത്വലാഖ് ഞാൻ ഒറ്റടിക്ക് ചൊല്ലി പറഞ്ഞാലും സംഭവം 300 വീടിയന്മാര് ഇവിടെ 3 വീടും. ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പൊ സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോ ചില ആളുകൾ, മിനിഞ്ഞാന്ന് ഞാൻ ഫേസ്ബുക്കൊക്കെ തുറന്നപ്പോ കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിന്റെ അനുയായികളൊന്നും വന്ന് ഞങ്ങളെ കൂടെ നിന്നില്ലാണ്, വിളിച്ചിട്ട് വന്നില്ല. പുയ്യാപ്പിളയാണോ? ഏതായാലും ഈ പുയ്യാപ്പിളിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തറവാടങ്ങളെ കൂട്ടത്തിൽ ഒരു ടീമിലും ഇല്ല. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. കാരണം എന്താ, ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ അവിടുത്തെ അവസ്ഥ എന്താ? ആ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അമ്മായികളൊക്കെ കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ചർച്ച ശരിയായിട്ടില്ല. ISMന്റെയും MSMന്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ആണുങ്ങളായ ആൾക്കാർ ഒരുമിച്ചുകൂടി ഉണ്ടാക്കിയ ചർച്ച, ആ തീരുമാനം ശരിയല്ല, ഞങ്ങൾ അതിന് എതിരാന്ന് പിറ്റേ ദിവസം അമ്മായികൾ പുറത്തിറങ്ങി. ഈ അമ്മായികളെ ഇറങ്ങുന്നു മനസ്സിലാക്കിയിട്ട് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ നേതാക്കന്മാരെ ഇന്ന് മാറുന്നത്. നിങ്ങളാണ് തീരുമാനിച്ചുകൂടി എന്താകുക, ഒരാൾക്ക് പോവൂലേ, 3 ചൊല്ലിയാലും 1 പോവുക, അല്ല 3 പോവുക എന്ന് അവിടെ ഐക്യത്തോടുകൂടെ ഇരുന്ന ആൾക്കാർ അതിലൊരു ഐക്യപ്പെടി ആദ്യം, എന്നിട്ട് മതി നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന് എന്താ എഴുതി കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്റെ സഹോദരന്മാരെ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചോളണം. ഏക സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ തോന്നിയതൊന്നും പറയാൻ നിൽക്കണ്ട, നമുക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വാട്സപ്പിലൊക്കെ പല മെസ്സേജുകൾ ആര് എഴുതിയാലും ആര് പറഞ്ഞാലും അത് കണ്ണും ചിമ്മി അങ്ങ് സെൻഡ് ചെയ്യല. ഇന്നലത്തെ ഒരു ചെറിയ ക്ലിപ്പ് എനിക്ക് കിട്ടി. ബാങ്കിലേക്ക് കാശ് മാറാൻ പോകുന്ന മുസ്ലിം സ്ത്രീകളുടെ നമ്പർ ക്രോഡീകരിച്ച് ഒരു പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കാണൊരു ചങ്ങായി. എനിക്ക് ഒരുപാട് ആൾക്കാർ അത് അയച്ചത്. പിറ്റേ ദിവസം പറഞ്ഞ ആദ്യം തുടക്കം വെച്ച ആള് പറഞ്ഞ ഇന്ത്യക്ക് പറ്റിയ ഫാൾട്ടാണ്.
ഓന് ഫാൾട്ടാന്ന് പറഞ്ഞുകൊണ്ടായോ? പിന്നീട് വന്ന ആളുകൾ സെൻഡ് ചെയ്തതിന്റെ ഉത്തരവാദികളാര്? ഞാനിവിടെ വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് മനസ്സിലായത് ഇത് മുസ്ലിം സമുദായത്തിലെ ചില തീവ്രവാദികളെ പറ്റിയാണ്. മുസ്ലിം സമുദായത്തിലുണ്ടല്ലോ തീവ്രവാദികൾ, വിവരമില്ലാത്ത ആളുകൾ. അവർക്ക് മുസ്ലിമും അമുസ്ലിമും ഇവിടത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു കാര്യം ചർച്ച ചെയ്യാന്ന് കണ്ടൂടാ. ചായക്കടക്ക് ഇപ്പണ്ടല്ലേ SSFന്റെ കീഴില് ഇവര് സൗഹൃദ ചായ എന്ന് പറഞ്ഞ പരിപാടി. അതൊന്നും പറ്റാത്ത കുറെ ടീമുണ്ട് ഇവിടെ. കാരണം ഓലേറ്റ് സൗഹൃദമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റും. അങ്ങനെ സൗഹൃദ ചായയുടെ ആ പരിപാടി സംഘടിപ്പിക്കാനുണ്ടാക്കിയ കട പോലും തച്ചുടച്ച ആളുകൾ കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇത് ഒന്നായി കഴിഞ്ഞാൽ ഈ കൊമ്പ് പോർക്കൽ നടക്കൂല, കാര്യലാഭം കിട്ടൂല, രാഷ്ട്രീയം വളർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമിനെയും അമുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ രണ്ട് കൂട്ടരിലും ലോബികൾ പ്രവർത്തിക്കുന്നു എന്നത് വളരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല സമാധാനം നിലനിർത്തി പെരുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, ഞാൻ വിശാലമായി പറയുകയല്ല. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ലാ തകൂനു ഇമ്മാ, നിങ്ങളാരും ഇമ്മായാകാൻ പാടില്ല. ലാ തകൂനു ഇമ്മാ, നബി തങ്ങളെ വാക്കങ്ങനെ തന്നെയാ, നിങ്ങളാരും ഇമ്മായാകാൻ പാടില്ല. എന്നാണ് ഇമ്മാ എന്ന് പറഞ്ഞാൽ അവസരവാദി എന്ന അതിന്റെ പദത്തിനർത്ഥമുണ്ട്. മഹാന്മാരായ മുഹദ്ദിസുകൾ പറയുന്നു, ഇമ്മാ എന്ന് പറഞ്ഞാൽ തഖൂലൂന ഇൻ അഹ്സനൂ ഇൻ അഹ്സനന്നാതു അഹ്സന്നാ, ജനങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് നന്മ ചെയ്താൽ ഞങ്ങൾ തിരിച്ചു നന്മ ചെയ്യും. വഇൻ ലലമൂനാ വലംനാ, ഞങ്ങളെ ഇങ്ങോട്ടടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുന്ന പ്രയോഗം, ഇങ്ങോട്ട് ആക്രമിച്ചവനെ തിരിച്ചടിക്കുമെന്നുള്ള ആ ഒരു പ്രയോഗം ശരിയല്ല. ഇങ്ങോട്ട് നന്മ ചെയ്താൽ തിരിച്ച് ഞങ്ങളും നന്മ ചെയ്യുമെന്നുള്ള പ്രയോഗം ശരിയല്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുന്നവനോട് തിരിച്ച് മാപ്പ് ചെയ്തു കൊടുക്കുക എന്നത് സ്വർഗവകാശികളുടെ സ്വഭാവമാണ്. അത് മാന്യന്മാരുടെ സ്വഭാവമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ ദീനിന്റെ ദഅവയുമായി മക്കാ മുശ്രിക്കുകളെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാ പ്രായമുള്ള ഒരു അമ്മയെ കാണുന്നത്. അമ്മയുടെ കയ്യിലുള്ള വിറകിന്റെ കെട്ട് തലയിലേക്ക് എടുത്തു വെക്കാൻ കഴിയാതെ ആ അമ്മ പ്രയാസപ്പെടുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ കണ്ടപ്പോൾ ആ അമ്മയുടെ ചാരത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ആ അമ്മയുടെ കയ്യിലുണ്ട് വിറകിന്റെ കെട്ടെടുത്തുകൊണ്ട് മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമ്മയുടെ തലയിലേക്ക് എടുത്തു വെച്ചു. ഉടനെ തന്നെ അമ്മ പറയുന്നു, മോനെ, നീ ആരാണെന്ന് എനിക്കറിയില്ല. നീ ചെയ്ത കാര്യം വല്ലാത്ത ഉപകാരമുള്ള കാര്യമാണ്. നീ ചെയ്ത കാര്യം കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, പ്രത്യുപകരമായിട്ട് നൽകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. നിനക്ക് പകരമായി നൽകാൻ എന്റെ കയ്യിൽ കാശില്ല. നിനക്ക് പ്രത്യുപകാരമായി നൽകാൻ എന്റെ കയ്യിൽ ഒരു സമ്മാനം പോലുമില്ല. പക്ഷേ ഞാൻ നിന്നോടൊരു സ്വകാര്യം പറയാം. ഏതായാലും വിറകിന്റെ കെട്ട് തലയിലേക്ക് എടുത്തു വെച്ച് എന്നെ സഹായിച്ചതല്ലേ, ഞാൻ ഒരു ചെറിയ ഉപദേശം പറഞ്ഞു തരാം. മക്കയിൽ ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് മുഹമ്മദ് എന്നാണ്. അവൻ കള്ളനാണ്, അവൻ വഞ്ചകനാണ്, അവൻ ഭ്രാന്തനാണ്. ഒരാൾക്കൊരു ഉറുപ്പ്യനും ഉപകാരമില്ലാത്ത ആളാ. ആളുകളൊക്കെ വല്ലാതെ വെറുപ്പിക്കുന്ന ആളാണ് അയാളെ. മോനെ, നീ ചെയ്ത ഉപകാരത്തിന് ഈ ഉപദേശം നീ പിടിച്ച, നീ ഓനെ വിശ്വസിക്കണ്ടോ എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
നബിതങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയാം. ഞാൻ ആ ഹദീസ് കണ്ടപ്പോ ഇങ്ങനെ വെച്ചാൽ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആ തള്ളന്റെ ഊരപ്പെട്ടി എപ്പ ചവിട്ടി വെച്ചാൽ മതി. നിങ്ങളുവാണെങ്കിൽ അങ്ങനെ തന്നെയാക്കാം. വലിയ ഉഷാറാകൊന്നും വേണം. നമ്മളൊരു നല്ലൊരു സഹായം ചെയ്തു കൊടുത്താൽ 37 ഇങ്ങനെ നമ്മളുടെ സാമഗ്രികളെല്ലാം നശിപ്പിച്ചെന്ന് വന്നേക്കും. അതിനെല്ലാം പകരം മറ്റൊരാളുടെ ഓഫീസ് തെരഞ്ഞു നടക്കേണ്ടവരല്ല, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ തിരിച്ചു പറയേണ്ടവരല്ല. കാരണം ഇന്ന് കേരള മുസ്ലിം സമുദായത്തിൽ നിന്ന് മനുഷ്യരായി നിലയുറപ്പിക്കുന്ന ഒരു പ്രസ്ഥാനക്കാരുണ്ടെങ്കിലോ അത് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലയോ, നമ്മുടെ സമുദായത്തിലെ ഉലമാക്കളില്ലായിരുന്നുവെങ്കിൽ എന്റെ സമുദായത്തിലുള്ള സാധാരണക്കാർ അവരെ നാക്കാലികളെ പോലെ അധപ്പതിക്കുമായിരുന്നു, അവരെ നാക്കാലികളെ സ്വഭാവക്കാരാകുമായിരുന്നു, അവരെ ഒരാളെ ബഹുമാനിക്കാതെ സ്വന്തം കാര്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാകുമായിരുന്നു. പക്ഷെ അവരെ ആത്മീയമായി ഉയർത്താനുള്ള ആലിമീങ്ങളെ നേതൃത്വത്തിൽ വന്നാൽ അവരെ യഥാർത്ഥ മനുഷ്യരാക്കി ആ ഉഖറവിയായ ആലിമീങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതല്ലോ. നിങ്ങൾക്കറിയില്ലേ, വന്യരായ ഉസ്താദറുകൾ ഓർമ്മപ്പെടുത്തിയ പോലെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ നേരത്ത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കോലം കത്തിച്ചവരുണ്ട്, കോലം കത്തിച്ച് മയ്യത്തുണ്ടാക്കിയവരുണ്ട്, അതിനുവേണ്ടി പെട്രോൾ ചെലവഴിച്ചവരുണ്ട്. എന്തേ ഞങ്ങൾക്ക് വൈക്കോലിന്റെ ഉണ്ട കിട്ടാത്തത് കൊണ്ടാണോ? ഞങ്ങൾക്ക് വൈക്കോലിന്റെ ഉണ്ട കിട്ടായിട്ടല്ല, കത്തിക്കാൻ പറ്റിയ കോലുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായതുകൊണ്ടുമല്ല. ഞങ്ങൾക്ക് അതിനൊക്കെ പറ്റും. പക്ഷേ ഞങ്ങളത് മാന്യതയോടുകൂടി ഞങ്ങളെ ഉസ്താദുമാരത് അനുവദിക്കാത്തത് കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു ശൈലി അത് വിട്ട് ഞങ്ങളും കൂടെ ചെയ്താല് പിന്നെ ഇവിടെ അന്യമതക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ചുണ്ടാകുന്ന ഒരു ധാരണക്കൊരു കുഴപ്പം വരും. ഏതെങ്കിലും ഒരു ടീം നല്ല പോലെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തുമല്ലോ. നമ്മളങ്ങനെ കഴിഞ്ഞാല് നമ്മുടെ മറുഭാഗത്തുള്ള അഥവാ മുസ്ലിം സമുദായത്തിന്റെ മറുഭാഗത്തുള്ള മറ്റു മതക്കാരെന്ത് ഈറ്റങ്ങളൊക്കെ അങ്ങനെ തന്നെ. SSF അതിന് പോകാത്തതുകൊണ്ട് അല്ലെങ്കിൽ SYS പോവാത്തതുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആൾക്കാർ പോവാത്തതുകൊണ്ട് ഒരു ധാരണ പൊതുവെ മുസ്ലിങ്ങളല്ലാത്ത മതസ്ഥരുടെ മുമ്പിലുണ്ട്. ഇവരെങ്കിലുണ്ടല്ലോ നല്ലത്, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ. അള്ളാഹു അതങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാവണമെങ്കിൽ, രാജ്യത്തിനുപകരിക്കുന്ന മക്കളാകണമെങ്കിൽ, അക്രമം ചെയ്യാത്ത മക്കളാവണമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇന്നിവിടെ ഉൾഗടിച്ച നമ്മുടെ മഹത്തായ മദ്രസ. അല്ലാഹുവേ, നീ പുരോഗതി നൽകണേ റഹ്മാനെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നീ നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറിയ കുട്ടി കടന്നു വരികയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടൊന്ന് നിർത്തിക്കോട്ടെ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പള്ളിയിലിരിക്കുന്ന നേരം ആ പള്ളിയുടെ ചുറ്റുഭാഗത്തേക്ക് ഒരു 6 വയസ്സുള്ള കുട്ടി കടന്നു വരികയാണ്. ആരാണ് ആ കടന്നു വരുന്ന കുട്ടി എന്നറിയോ? മഹാനായ അലാ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അലാ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല കടന്നു വരികയാണ്. ആ കുട്ടിക്ക് വയസ്സാകെയുള്ളത് 6 വയസ്സാണ്. 6 വയസ്സുള്ള ഈ കുട്ടി ഹബീബിനെ ദൂരെ നിന്ന് കാണുന്നു. എന്നിട്ട് ആ കുട്ടി കണ്ണീരൊഴുക്കുന്നു. നിബിതങ്ങളെ മുമ്പിലുള്ള മക്കളെയെല്ലാം റസൂലുള്ള അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അവരെ കൈക്കും അവരെ കയ്യിലെ റസൂലുള്ള പിടിച്ചിട്ടുണ്ട്. അവർ തലക്ക് മുകളിൽ ഹബീബിന്റെ കൈ വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ബർക്കത്ത് കൊണ്ട് ദുആ ഇറക്കുന്നുണ്ട്. അപ്പോഴാ 6 വയസ്സുള്ള ഈ പൊന്നുമോനും മാറി നിന്ന് കരയുന്നത്.
ആ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ഇവിടെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്ന കുട്ടികളൊക്കെ വല്ലാത്ത ഭാഗ്യവാന്മാരല്ലേ. ആ കുട്ടികളെ കൊണ്ടുപോവാൻ അവർക്ക് ഉപ്പയുണ്ടല്ലോ. എന്റെ ഉപ്പ മരണപ്പെട്ടതുകൊണ്ട് ഞാനൊരു യതീമാണ്. യതീമായി എന്നെ ഹബീബിന്റെ ചാരത്തെങ്ങനെ കൊണ്ടുപോകും? എന്റെ ഉപ്പ ഇന്ന് ഹയാത്തിലില്ലല്ലോ. 6 വയസ്സുള്ള ഈ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്തയാണ്. ഉടനെ തന്നെ കുട്ടി ഇങ്ങനെ പറഞ്ഞു, യാ ഉമ്മാ മാ ബാലു സുബിയാനി ലഹും ആബാഉൻ യഅതൂന ബിഹിമുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ ഉമ്മ, എനിക്ക് ഉപ്പയില്ലാത്തതുകൊണ്ട് എന്റെ ഹബീബിന്റെ ചാരത്തൊന്നതെല്ലാം എനിക്ക് അവസരമില്ലല്ലോ ഉമ്മ. ഇവിടെയുള്ള മറ്റു മക്കളെല്ലാം വിധങ്ങളെ മുമ്പിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി ദുആ ഇറക്കുകയാണ്. എനിക്ക് ഉപ്പ എവിടെ ഉമ്മ? എന്റെ ഉപ്പായെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ബഹുമാനപ്പെട്ട ഈ അലാ ഇബ്നു ഉമാനാകുന്ന 6 വയസ്സുള്ള കുട്ടി ഉമ്മയോട് ചോദിക്കുന്ന നേരം കുട്ടിയോട് പറയുന്ന, മോനെ, നിനക്കൊന്നൊരു ഉപ്പയുണ്ടായിരുന്നു. അതേ, നിന്റെ ഉപ്പാന്റെ പേര് അലാഇ എന്നാണ്. പക്ഷേ വലാകിന്നഹു ഇസ്തശ്ഹദ ഫീ ഗസ്വത്തിൻ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയ സമയത്ത് ഇന്നാലിന്റെ ഒരു യുദ്ധത്തിൽ നിന്റെ ഉപ്പ മരിച്ചുപോയതാ. ഇന്ന ഉപ്പ ഷഹീദാണി എന്ന വാക്ക് കേട്ടപ്പോൾ 6 വയസ്സുകാരൻ ഓടിച്ചൊല്ലുകയാണ്, ഇലാ ഹളറത്തി റസൂലില്ലാഹ്. നബി തങ്ങളെ ചാരത്തേക്ക് ഓടിച്ചൊല്ലല്ലോ. നബി തങ്ങളെ മുമ്പിലേക്ക് കരഞ്ഞു ചെല്ലുകയാ. ബാക്കി അമ്മനാദിയ അബാ. ഓ എന്റെ ഉപ്പ എന്ന സങ്കടം പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് 6 വയസ്സുകാരൻ ഓടിച്ചെന്നുകൊണ്ട് ഒട്ടഹസിക്കുകയാണ്, പൊട്ടിക്കറിയുകയാണ്. അപ്പോഴാ വീടിന്റെ അകത്തളങ്ങളിലിരിക്കുന്ന നിബിധങ്ങൾക്ക് ഈ ചെറിയ കുട്ടിയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. ഉടനെ തന്നെ നിബിധങ്ങളെ അനസ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അനസൂ ഇന്നീ സനിയത്ത് സോത്തവില നിമ്മക്കൊരു. ഞാനൊരു ചെറിയ കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുവല്ലോ, ഏതോ ഒരു കുട്ടി കരയുന്ന വാക്ക് കേൾക്കുന്നല്ലോ, ഒരു കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുവല്ലോ. അതുകൊണ്ട് അനസേ, നിങ്ങൾ ചെല്ലണോ, ആ കുട്ടിയുടെ കൈപിടിച്ച് എന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരണോ. അല്ല, ഇവര് നോമാനിതങ്ങളെ കയ്യും പിടിച്ച് കൊണ്ടുവരാൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അനസ് തങ്ങളെ ചൊല്ലുന്നു, അല ഇന്റെ കൈപിടിക്കൊള്ളു. നബി തങ്ങളെ സവിധത്തിലേക്ക് കൊണ്ടുവരുന്നു. 6 വയസ്സുകാരൻ ഹബീബിന്റെ മുമ്പിലെത്തിയപ്പോ നബി തങ്ങളെ ചോദിച്ചു, മോനെ, നീ ആരാണ്? നിന്നെ ഞാൻ മുമ്പെവിടെയും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന നേരത്ത് ആ കുട്ടി പറയുന്നു, നബിയോ, എന്റെ പേര് അലാ ഇബ്നു നുഅ്മാനാണ്. ആ അലാ ഇബ്നു നുഅ്മാനിന്റെ വിശദീകരണോ, എന്റെ ഉപ്പാന്റെ പേര് നുഅ്മാൻ എന്നാണ്. നിങ്ങളെ കൂടെ ഇന്നാലിന്റെ ഒരു യുദ്ധത്തിന് വന്നപ്പോ എന്റെ ഉപ്പ നിങ്ങളെ മുമ്പിൽ വെച്ച് ഷഹീദായതല്ല നബിയോ. എന്റെ ഉപ്പ ഷഹീദാകുമ്പോ എനിക്കന്ന് വയസ്സ് വെറും 6 മാസമാണ്. എന്നെ 6 വയസ്സ് വരെ വളർത്തിയത് എന്റെ ഉമ്മ ഒറ്റക്കാണ്. ഞാൻ മരിക്കുമ്പോ, എന്റെ ഉപ്പ മരിക്കുമ്പോ എനിക്കാകെയുണ്ടായിരുന്ന വയസ്സ് 6 മാസമാണ്. ഇതെന്ന് പറഞ്ഞ ആ കുട്ടി കണ്ണീരൊഴുക്കുമ്പോ മഹാനായ നിബിതങ്ങൾ പറഞ്ഞു, മോനെ, മർഹബയ്യാ അബൂക്കൽ ആന യംശി ഫീ ദാരിസ്സലാം.
മോനെ നീ വിഷമിക്കേണ്ടതില്ല, നിനക്ക് സ്വാഗതമുണ്ടോ, നിനക്ക് സന്തോഷമുണ്ടോ, നിന്റെ ഉപ്പയുണ്ടല്ലോ. ഈ നേരത്ത് പോലെ പരിശുദ്ധമായ സ്വർഗലോകത്ത് ഉല്ലസിക്കുകയാണ്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നു. ഓ എന്റെ സുഹൃത്തുക്കളെ, അവസാനം ഈ കുട്ടി എന്തെന്നറിയോ? കുട്ടിയുടെ തലക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ബാരിക് ഫിൽ അലാ, അല്ലാഹുവേ അല എന്ന് പറഞ്ഞ ഈ പൊന്നുമോനിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അള്ളാന്റെ റസൂല് കൈവച്ചുകൊണ്ട് അലായിനെ ആശീർവദിച്ച് ദുആ ചെയ്ത് പറഞ്ഞു വിടുകയാണ്. 6 വയസ്സുകാരൻ വളർന്നു പന്തലിച്ചു. 20 വയസ്സാകുമ്പോ സൂറത്ത് തൗബയുടെ 41-ാമത്തെ ആയത്ത് അള്ളാന്റെ ഹബീബിലേക്ക് ഇറങ്ങുകയാണ്. ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. അള്ളാന്റെ മാർഗത്തിന് നിങ്ങളെ ശരീരം സമർപ്പിച്ചോളൂ, നിങ്ങളെ സമ്പത്ത് സമർപ്പിച്ചോളൂ, നിങ്ങളെ ആയുസ് റബ്ബിന് സമർപ്പിച്ചോളൂ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയ നേരം 20 വയസ്സുകാരനായ അലാബിന് നോമാന് തങ്ങൾക്ക് നബി തങ്ങളെ കൂടെ യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമാണ്. ആ അലാതങ്ങളെ നേരെ ഉമ്മാന്റെ മുമ്പിലുള്ളൂ. എന്നിട്ട് ഉമ്മയോടെ സമ്മതം ചോദിച്ചു, ഉമ്മ യുദ്ധത്തിന് പോയിക്കോട്ടെയോ? ഉമ്മ വിടുന്നുണ്ടോ? ഇല്ല ഇല്ല. ഉമ്മ പറഞ്ഞു, മോനെ നീ ആകെ എനിക്കൊരു മകനല്ലേ ഉള്ളൂ, എന്നെ നോക്കാൻ നീയല്ലേ ഉള്ളൂ, നിനക്ക് ഉപ്പയില്ലല്ലോ, നിനക്കിനൊരു അനിയനില്ലല്ലോ, നിനക്കൊരു പെങ്ങളില്ലല്ലോ, അതുകൊണ്ട് നീ യുദ്ധത്തിന് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊരു വാക്ക് ഉമ്മായുടെ വായിൽ നിന്ന് വന്നപ്പോഴോ അലാ ഇബ്നു നൗമാൻ തങ്ങളെ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടുക്കലേക്ക് ചെല്ലുകയാണ്. അബൂബക്കർ തങ്ങൾ അടുക്കൽ വന്നുകൊണ്ട് ആ ചെറിയ കുട്ടിയുടെ വാക്കെന്തെന്നറിയോ? ഓ അബൂബക്കർ തങ്ങളെ, ഇന്നി ഉരീദുൽ ഖുറൂജ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എന്റെ ഉമ്മാന്റെ അടുക്കൽ ചെന്നുകൊണ്ടത് സമ്മതം ചോദിക്കുമോ? എന്റെ ഉമ്മ എന്നെ സമ്മതിക്കുന്നില്ല. നിങ്ങൾ വലിയ നേതാവല്ലേ, നിങ്ങളെ ചോദിച്ചാ ചിലപ്പോൾ വിടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ചോദിക്കുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ആ കുട്ടി വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അലാ ഇബ്നു നൗമാൻ തങ്ങളെ ഉമ്മാന്റെ അടുക്കൽ ചെല്ലുകയാ. ഉമ്മായോട് പോയി ചോദിച്ചു, ഓ ഉമ്മ, നിങ്ങളെ മകനെ യുദ്ധത്തിന് വിടണം, നിങ്ങൾക്ക് സമ്മതമാണെന്ന് പറയണോ? ഉടനെ തന്നെ ഉമ്മ പറയുന്ന, അബൂബക്കറെ നിങ്ങളെന്ത് വർത്തമാനാ പറയുന്നത്? ആ കുട്ടിയല്ലാതെ എനിക്കൊരു കുട്ടിയനില്ലല്ലോ, അവനല്ലാതെ എനിക്ക് താങ്ങും തണലുമില്ലല്ലോ, അവനല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. ആ കുട്ടിയെ കൊണ്ടുപോയാ ഞാനാരാ? ആരെ കണ്ടുകൊണ്ടാ ഇവിടെ ജീവിക്കുന്നത്? ആരുടെ തണലിലാ ഞാൻ ജീവിക്കുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മടക്കി പറഞ്ഞേക്കുകയാണ്. പക്ഷേ കുട്ടിക്ക് സമാധാനമായില്ല. ആ കുട്ടി ചൊല്ലുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്ത് ഉമറിനോടും ഇതുപോലെ ഉമ്മയോട് സമ്മതം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സമ്മതം കൊടുത്തില്ല.
മഹാനായ അലാ ഇബ്നു നുഅ്മാൻ തങ്ങൾക്ക് ക്ഷമ കിട്ടിയോ? അദ്ദേഹത്തിന് ക്ഷമ കിട്ടുന്നില്ല. നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോകണമെന്ന ഒരേ ഒരു ചിന്തയല്ലോ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അലാ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് കൊണ്ടുകയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, ഹാദാ മകാനുൽ ഖായിദീന ബില്ലാഹ്. നബിയെ, കാവല തേടേണ്ട ഇടമിതാണ്, അവലംബിക്കേണ്ട സ്ഥലമിതാണ്, സഹായിക്കപ്പെടുന്ന ഇടമിതാണ്. നബിയെ, നിങ്ങളെ കൂടെ യുദ്ധത്തിന് പോരാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ നബിയോ, എനിക്ക് സമ്മതം തരുമോ എന്ന് പറഞ്ഞ മഹാനായ നബി തങ്ങളടുക്കൽ വന്ന സങ്കടം പറയുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മുത്തുനബി അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഓ അലിയേ, ഇന്നാലിന്ന കുട്ടിയുടെ ഉമ്മാന്റെ അടുക്കൽ നിങ്ങൾ ചെല്ലണോ, എനിക്ക് ഈ കുട്ടി ആവശ്യമുണ്ടെന്ന് പറയണോ. അലിയെ തങ്ങളെ ഓടി ചൊല്ലുന്ന അലാ ഇബ്നു നുഅ്മാൻ തങ്ങളെ ഉമ്മാന്റെ അടുക്കലേക്ക്. എന്നിട്ടാ ഉമ്മയോട് പറയുന്ന, ഹാജത്തുന്നബി യുരീദു ഇബ്നകൽ അലാ അയ്യഖുറജ മഅഹു ഇലാ ഹാദൽ അസ്രി. ഓ ഉമ്മ, ഹബീബിന് ഒരു ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങളെ ഈ മകനെ യുദ്ധത്തിനൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആവശ്യം നിങ്ങൾക്കൊന്ന് പൂർത്തീകരിച്ചുകൂടയോ? മഹാനായ നബി തങ്ങളെ ആവശ്യമാണെന്ന് കേട്ട ഉടനെ തന്നെ ആ ഉമ്മ ചാടി അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് അലിയിനോട് പറയുന്നു, സുബ്ഹാനല്ലാഹ് വബിനി ഹാദാ ഫിദാഉൻ ലിറസൂലില്ലാഹ് യാ അലി ഖുദ് മഅക. ഓ അലിയേ, എന്റെ മകൻ ഹബീബിന് ദണ്ഡമാണ്, എന്റെ ഹബീബിന് സമർപ്പണമാണ്. എന്റെ ഹബീബിന് വേണമെങ്കിൽ മകനെ കൊണ്ടുപോകാൻ എനിക്ക് സമ്മതമാണ്. അലിയേ, നിന്റെ മോനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ആരാരും തണലില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഉമ്മാക്ക് ഇനി മുതൽ ഭക്ഷണം കൊടുക്കേണ്ട പൊന്നുമോനെ, ആ പൊന്നുമോനെ ഹബീബിന് വേണ്ടി സമർപ്പണം നടത്താൻ അലാ ഇബ്നു നുഅ്മാൻ തങ്ങളെ ഉമ്മ സന്നദ്ധയാവുക. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് സമ്മതം കൊടുക്കുമ്പോഴോ ആ അലി തങ്ങൾ ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് പറഞ്ഞു വിടുന്ന ഉമ്മയോട് പറയുന്നു, ഉമ്മ കൊണ്ടുപോകുന്നത് ഇവിടേക്കാണ്. ഓ ഉമ്മ, ഹാദാ ഉസ്മനിൽ യുദ്ധമാണ്, ഞങ്ങള് പോകുന്നത് യുദ്ധത്തിനാണ്. യുദ്ധത്തിന് പരസ്പരം പോരാട്ടമായിരിക്കോ, അക്രമങ്ങളായിരിക്കോ. ഒന്നിരിക്കൽ നിങ്ങളെ മകനെ സംരക്ഷണത്തോടുകൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിലോ ആ രണാങ്കളത്തിലങ്ങ് ഷഹീദാവുകയാണ്. ഉറപ്പിച്ചത് തന്നെയാണോ നിങ്ങളെ സമ്മതം തരുള്ളതോ, നിങ്ങളെ പൊരുത്തപ്പെട്ട് തന്നെയാണോ പറഞ്ഞുവിടുള്ളതോ? ഇത് കേട്ട ഉമ്മ പറയുന്നത്, അതേ, എനിക്ക് സമ്മതമാണ്, എല്ലാ റബ്ബിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് 20കാരനെ ഒരുക്കി തയ്യാറാക്കുള്ളൂ. പടയെങ്കി ധരിപ്പിച്ചു കൊടുക്കുന്നു, കുതിരപ്പുറത്ത് കയറാന് സമ്മതിക്കുന്നു. ആ പൊന്നുമോന് യുദ്ധത്തിന് പോകുന്നതിന്റെ തൊട്ടുമുമ്പോ ഉമ്മായിയുടെ മുഖത്ത് നോക്കുമ്പോ ഉമ്മ ഓടി വന്ന് നെറ്റിത്തടത്തിൽ കുമ്പനം കൊടുത്തു, കെട്ടി അങ്ങ് പിടിച്ചു. ഓ എന്റെ ഉമ്മ ഗൾഫിലേക്കുള്ള യാത്രയപ്പല്ലോ, നേരെ മറിച്ച് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ ഒരു മകനെ കുമ്പനം കൊടുത്തുകൊണ്ട് ഉമ്മ യാത്രയാക്കുമ്പോ ഓ എന്റെ ഉമ്മമാരെ നിങ്ങൾ ആലോചിച്ചോ, ആ ഉമ്മാന്റെ മനസ്സെത്ര പടക്കൊണ്ടുണ്ട്. പക്ഷേ
അള്ളാന്റെ ഹബീബിന് വേണ്ടിയല്ലേ, ദീനിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ എന്നൊരു ചിന്തയോടുകൂടെ ഉമ്മ സമ്മതിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ പിന്നാലെ അലാ ഇബ്നു നുമാനാകുന്ന 20 യാത്ര പോകുമ്പോ ഉഹുദിന്റെ രണാങ്കളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരാട്ടം നടത്തുന്ന നേരം അള്ളാന്റെ ഹബീബിന്റെ ചുറ്റുഭാഗത്തും ആളില്ലെന്ന് കണ്ടപ്പോ ഹബീബായ നബി തങ്ങളെ ചോദിച്ചു, അൽമിന്ന അള്ളാന്റെ ഹബീബിന് വേണ്ടി ആത്മാവ് സമർപ്പിക്കാൻ തയ്യാറുള്ളവർ നിങ്ങളെ കൂട്ടത്തിൽ ആരാണെന്ന് ചോദിക്കുന്ന നേരം അലാ ഇബ്നു നുമാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ചാരത്ത് വന്നുകൊണ്ട് പറഞ്ഞു, റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവ് നബിയേ നിങ്ങൾക്കുള്ളതാണ്, എന്റെ ശരീരം നിങ്ങൾക്കുള്ളതാണ്, എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. മഹാനായ നബി തങ്ങളെ മുമ്പിലേക്ക് നിലയുറപ്പിക്കുന്നു. വരുന്ന ശത്രുക്കളോട് പോരാട്ടം നടത്തി അലാ ഇബ്നു നുമാൻ തങ്ങളെ അതേ ഉഹുദിന്റെ രണാങ്കളത്തിൽ പിടഞ്ഞു മരിക്കുന്നു. ഉഹുദിന്റെ രണാങ്കളം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ മടങ്ങി വരുമ്പോ യുദ്ധത്തിന് പോയ പൊന്നുമോനെ കാത്തിരിക്കുന്ന ഉമ്മ അബൂബക്കർ തങ്ങളെ കണ്ടു. അബൂബക്കറിനോട് ചോദിച്ചു, യാ അബൂബക്കർ ഹൽ ഇൻദക ഖബർ ഖുർറത്തി ഐനി, എന്റെ മകന്റെ വല്ല വിവരവുമുണ്ടോ? യുദ്ധത്തിന് പോയി എന്റെ മകന്റെ അവസ്ഥ എന്നുണ്ട്? അബൂബക്കർ തങ്ങൾ പറയുന്ന പറയാൻ കഴിയൂല ഉമ്മ, യുദ്ധമല്ലേ, ഒരാൾക്കും മറ്റൊരാളെ ആലോചിക്കാനുള്ള സമയമല്ല. അൽ ഹർബ് അസദ്ദു മിൻ അയ്യുലമ അഹ്വാലു അഹദിന, ഒരാൾക്കും ഒരാളെ കുറിച്ചും മനസ്സിലാക്കാൻ പറ്റില്ല, ഘോരമായ യുദ്ധമായിരുന്നു. അബൂബക്കറിന് മറുപടിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ഇതുപോലെ കൈമലർത്തുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട അലാ ഇബ്നു നുമാനിന്റെ ഉമ്മ ഓടിച്ചെല്ലുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ എന്റെ പൊന്നുമോനവിടെ നബിയേ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, യാ ഉമ്മല്ലന അബ്ശിരി, നിങ്ങളെ സന്തോഷിച്ചോടുക, ഫഇന്നീ തറക്തുല്ലലാ ഫിർദൗസി, നിങ്ങളെ പൊന്നുമോനെ ഞാനൊരു വലിയ പൂന്തോപ്പിൽ ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. നിങ്ങളെ പൊന്നുമോന് വലിയൊരു പൂന്തോപ്പിലാണ്. യുനാസിഉ മഅൽ ഹൂറിൽ ഐൻ, പൂർലിംഗളായ സ്ത്രീകളോട് ഇടപഴകുകയാണ് അവന്. അവന് ഇന്ന ഒരു പൂന്തോപ്പിലാണെന്ന വാക്ക് കേട്ടപ്പോ ഉമ്മ ചോദിച്ചു, അമൽ ഫിർദൗസ് യാ റസൂലല്ലാഹ്, ഏതാണ് നബിയേ നിങ്ങളാ പറഞ്ഞ പൂന്തോപ്പ് ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അൽ ജന്നത്തു ലാ യബൂന അൻഹാ ഹിബലാ. സൂറത്തുൽ കഹ്ഫിലെ 107, 108 ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഹിബലാ. സ്വർഗമാകുന്ന പൂന്തോപ്പിലാ നിങ്ങളെ പൊന്നുമോനുള്ളത് എന്നും മഹദിയായ ഉമ്മുൽ അലയോട് ഹബീബ് പറയുമ്പോ ആ ഉമ്മയും അവിടെ കടന്ന് മരണപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ, അവരെയൊക്കെ ഹക്ക് ബർക്കത്തുകൊണ്ട് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയ പോലെ ഹബീബിന്റെ അശിക്കീങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. മഹാനായ മുഹമ്മദ് അൽ വാഇദുർ റഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഉൽ മുഅ്ജിസാത്തി ഫീ സീരി ഖൈറിൽ ബരിയാത്തി അലൈഹി അസ്ക തഹിയാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണാനോ നബി തങ്ങളെ മഹബത്ത് കരഗതമാക്കാനോ ഈ മഹത്തായ വീഡിയോ
ഇനി ഞങ്ങളെ സംഘടിപ്പിക്കുന്ന വേദികളുമല്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഞങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ റബീഉൽ അവ്വലിലുള്ള ഓരോ വേദികളും നീ കാരണമാക്കണേ അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഞാൻ പ്രസംഗിക്കാനുള്ളത് അവങ്ങളൊക്കെ ഒന്ന് ദ്വാരക്കണിന് മുമ്പ് ഒന്ന് നീച്ചു നിന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറ. കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ ഒന്ന് അടുത്തു പോരി നമ്മൾ നിർത്തുകയാണ്. ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ ദുആ ഇരക്കണം. മിനിഞ്ഞാന്ന് തുടങ്ങിയ പനിയാണ്. പിന്നെ പനിയാണെങ്കിലും ഗുളികങ്ങനെ പോവാ. നമ്മളെ നാട്ടിലുള്ള ഒരു അണ്ണന് ഡോക്ടർ, അപ്പൊ അയാളെ ഇഞ്ചക്ഷൻ വരെ ഒത്തു പോകണം. അല്ലാഹു നമുക്ക് കാഫിയത്ത് തരട്ടെ. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ പോന്നാൽ മതി, അല്ലാത്തവരൊക്കെ അവിടെ ഇരുന്നോളിട്ടോ. പ്രായമുള്ള ആൾക്കാരൊന്നും വിഷമിക്കേണ്ടതില്ല. ചെറുപ്പക്കാർക്കൊന്നും ഇരുന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി. നിന്ന് ബുദ്ധിമുട്ടിയ ആൾക്കാർക്ക് ഇനി പോയി ഇരിക്കണീനും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഫാദിൽ ഉസ്താദ് ഞാനിന്ന് വരുമ്പോ തന്നെ പറഞ്ഞത് എന്താ പറയാ, നമ്മളെ ഒപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗത്തിന് ഞാൻ ഇടങ്ങാറാവും. കാരണം എന്നല്ല, AP ഉസ്താദ് പ്രസംഗിച്ച അല്ലെങ്കിൽ ഖലീൽ തങ്ങൾ പ്രസംഗിച്ച ഒരു സദസ്സില് ഓരിഞ്ഞിപ്പോ എങ്ങനെ പറഞ്ഞാലോ ആൾക്കാർക്ക് തൃപ്തിയാണ്. നമ്മുടെ സംഘാടകർക്ക് ഓർക്ക് തുറന്നൊന്നും കൊടുക്കണ്ട. ഒരു തുറന്നു നോക്കാൻ പറയില്ല. ഞങ്ങളൊക്കെ പറയുന്നത് നല്ല ഒച്ചാണ്. അതിനാണ് ഞാൻ അയാളോട് നല്ലോണം തുറക്കാൻ പറഞ്ഞത്. അയാളാണെങ്കിൽ തുറന്നതുമില്ല. ഇപ്പൊ സൗണ്ടൊക്കെ പോയി നാളെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. നമുക്ക് കാഫിയത്ത് തരട്ടെ. നിങ്ങളൊക്കെ ദുആയിരക്ക. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, യൂസുഫ് സഖാഫി അടക്കമുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, അവർക്കൊക്കെ വേണ്ടി കുറച്ച് തഹ്ലീൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരുമാറാകട്ടെ. അല്ലാഹുവിനെ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ നദർ നമ്മുടെ മജ്ലിസിലേക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒന്ന് രണ്ട് നന്ന ചമ്പ്രവട്ടം അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി അല്ലേ. ഒരുപാട് പരിപാടി ഇഞ്ഞിട്ട് നമ്മളെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി വരാണ്ട്. അള്ളാഹു അതും വിജയിപ്പിക്കുമാറാകട്ടെ. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ ഡിസംബർ 25 പരിപാടി, നവംബർ 25 പരിപാടി ഇതൊന്നും മറക്കരുത്. അള്ളാഹു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا مقصود إلا الله محمد رسول الله لا مقصود إلا الله محمد رسول الله لا مقصود إلا الله محمد رسول الله
لا مقصود إلا الله محمد رسول الله لا موجود 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 إلا الله محمد رسول الله صهيب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام قد بدر الهدى نورا يطفي نار الكفر فلما قد بدا في دون دين الهدى والسلام صاحب مراكب رفرف الأولى رسول الله صلوات تحيات عليه السلام شهد الجمال والهب حيث مثل بدر مدينة سبحان أنت رسول الله والسلام صاحب مراكب رفرف الأولى رسول الله صلوات تحيات عليه السلام نامين لبيتيات فرد أمن سعد جريئا ومعنى نبي وأفضل عليه السلام صاحب مراكب رفرف الأعلى رسول الله صلوات تحيات عليه السلام قدمنا قدم بطول عمل قيام سيدنا لله وغفر دون دور حبيب لا صاحب مراكب رفرف الأولى رسول الله صلوات تحيات عليه السلام دين الإسلام قد قاربا والله أيها البراء صاحب مراكب رفرف الأولى رسول الله صلوات تحيات عليه السلام മഹാനായ മുഹമ്മദ് മുസ്തഫ നിബിധങ്ങളുടെ നൂറ് നിബിധങ്ങളുടെ അല്ലാഹു നമ്മുടെ മഹത്തായ വേദിയിലേക്ക് നൽകുമാറാകട്ടെ. ഞാനടക്കം പല ആളുകളും പല വിഷമങ്ങളും കരുതി ഈ മഹത്തായ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ. മഹാനായ താജുൽ ഉലൂം പാപ്പയുടെ കാവൽ ഒന്നരായ ഓക്കെ ഉസ്താദിന്റെ കാവൽ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവര കാവൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുടനീളം അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്
നിങ്ങളെല്ലാ ആളുകളും നല്ലപോലെ സഹകരിക്കണം, സഹായിക്കണം. പോലെ സ്വർഗ്ഗക്ക് അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങൾ പ്രത്യേകം ദ്വാരക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ പേരിന് മണ്ണാർക്കാട് എടത്തനാട്ടുകാരാന്നൊരു സ്ഥലമുണ്ട്. അള്ളാന്റെ തൗഫീഖോടുകൂടെ 60 കൊല്ലം മുമ്പ് സുന്നികളിൽ നിന്നൊക്കെ പള്ളി മദ്രസൊക്കെ പിടിച്ചടക്കി 60 കൊല്ലമായിട്ട് ഇപ്പൊ അവിടെ സുന്നികളില്ല. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി. അതിനുശേഷം 2 നബിദിന പട കഴിഞ്ഞു. ഇനി 3ാമത്തെ നബിദിന ഈ വർഷം പേരിന് അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. പള്ളിയിൽ ജുമയ്ക്ക് പല ഭാഗത്തുനിന്ന് ആള് വരും. പല ഭാഗത്തുനിന്ന് ആള് വന്നിട്ടാണ് ജുമ നടക്കുന്നത്. ആ നാട്ടിലെ ഏതായാലും ആ നാട്ടുകാരൊറ്റൊന്നും സുന്നിയില്ല, സുന്നി വീടുമില്ല. പക്ഷെ അവരെ കൊണ്ടുള്ള ശല്യം കുറച്ചൊന്നുമല്ല. സ്വലാത്ത് നടത്തുമ്പോൾ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയാം, അവിടെ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യാം. ഒരു പരിപാടി കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഒരു ആദർശ പരിപാടി, പള്ളി വരുന്നതിന് മുമ്പ് ഒരു ആദർശ പരിപാടി വെച്ചിട്ട് വന്ന എല്ലാ ആൾക്കാരെ വണ്ടിന്റെ കാറ്റ് അയച്ചു വിട്ടു. കാരണം നവോത്ഥാനാണല്ലോ, അവര് നല്ലോണം ചെയ്യും. അവർക്ക് അധികാരമുള്ളവർക്ക് മുജാഹിദ് നല്ലോണം കളിക്കും. അപ്പൊ അവിടെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി 5 മുത്തഅല്ലിമീങ്ങൾ, ആ നാട്ടിൽ 5 മുത്തഅല്ലിമീങ്ങൾ പഠിക്കാൻ വന്നിരുന്നു. അവരെ വീടുകളിലേക്ക് ചെന്ന് കുട്ടീന്നാലിനെ പള്ളിയിൽ പഠിക്കുന്നുണ്ട്, ഇനി അവിടെ പഠിച്ചു കഴിഞ്ഞാലും പറയാൻ സമ്മതിക്കില്ല, ഞങ്ങള് മഹല്ലത്തുമായി എല്ലാ ബന്ധവും വിച്ഛേദിക്കും, നിങ്ങൾക്ക് ഇവിടെ ഖബർസ്ഥാനില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് 5 മുത്തഅല്ലിമീങ്ങൾ ഇപ്പൊ നിർത്തിയിട്ടാണുള്ളത്. അള്ളാഹു തിരിച്ചു വരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇതിനെ വല്ലാതെ ശല്യമുള്ള ഒരു നാടാണ് അവിടെ. അവിടെ ദർസ് തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഞാൻ കൂടാതെ 2 ഉസ്താദുമാർ വേറുണ്ട്. 25 മുത്തഅല്ലിമീങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതോ, ഉസ്താദുമാര് ചെലവ് കൊടുക്കേണ്ടതോ, ശമ്പളം കൊടുക്കേണ്ടതോ, കറണ്ട് ബില്ല് അടക്കേണ്ടതോ, കമ്മിറ്റി ഒന്നും ഉണ്ടെങ്കിലും കമ്മിറ്റിക്കാരതൊന്നും അറിയില്ല. ഒക്കെ നടത്തേണ്ടത് ഞാനാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഏപ്പിസ്ഥാനെ കാണാൻ പോയപ്പോൾ ഉസ്താദിനെ പറഞ്ഞു, ഉസ്താദെ അവിടെ ഖബർസ്ഥാനില്ല, അതുകൊണ്ട് മറയാൻ നിവർത്തിയില്ല. ആ ഉസ്താദിനെ വെച്ച് ആരോടെങ്കിലും ഒരാളൊന്ന് മരിച്ചരാൻ പറയും, കുഴിച്ചുള്ള കാര്യം ഞാൻ ഏറ്റിയാണ്. ഉസ്താദിനെ കൊടുക്കട്ടെ. ഞാൻ നിന്നൊന്നും പറഞ്ഞു, ഇതേമാതിരി ഞാനും ചിരിച്ചുകൊണ്ടായില്ലല്ലോ, പരിഹാരം കാണണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം കാണാന്ന് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പൂർത്തീകരിക്കുന്നതിനുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആയിരൊക്കെ നല്ലോണം ദുആയി. എന്റെ ഉപ്പ മരിച്ചിട്ട് കൊല്ലം 1 കഴിഞ്ഞു, ഒരു കൊല്ലം 3 മാസവും കഴിഞ്ഞു. അല്ലാഹു ഉപ്പാന്റെ ഖബറിലേക്ക് നമ്മൾ ചൊല്ലിയ തഹ്ലീലുകളൊക്കെ എത്തിക്കുമാറാകട്ടെ. ഹയാത്തുള്ള ഉമ്മാക്ക്, നമ്മുടെ എല്ലാ ഉമ്മമാർക്കും അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ വേദി എന്തിന്റെ പേരിൽ അല്ലാഹുവേ ഞങ്ങളെ സംഘടിപ്പിച്ചോ അതിലെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ. ഈ വേദി കെട്ടാനും നോട്ടീസ് ഒട്ടിക്കാനും മദ്രസ ഉണ്ടാക്കാനും തുടക്കം മുതൽ ഈ നേരം വരെ സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിങ്ങളാർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഇടത്തനാട്ടുകാരെ പഠിക്കണ കുട്ടികളെ ചെലവൊക്കെ 1 ഉറുപ്യ നിങ്ങൾക്ക് തരാൻ പറ്റുകയാണെങ്കിൽ ഞാനത് വാങ്ങും. എടുക്കാത്തത് വേണമെന്നില്ല, തന്നാൽ അതും വാങ്ങും. നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ. അവിടെ ഞാൻ വേറെ റിസീവർമാരെ വെച്ചിട്ടില്ല, ഞാനിവരെ അതിന്റെ പേരിൽ വിദേശത്ത് പോയിട്ടില്ല. നിങ്ങൾ വിചാരിച്ച് ഇങ്ങനെ പിരിവെടുത്താണ് ദത്തിനാജ് വിദേശത്ത് പോണത്. ഇതാണ് അതിന്റെ വരുമാനം. നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈറല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا مالك الملوك يا الله. ഞങ്ങളെ പാവങ്ങളാണ്, ഞങ്ങളെ ഉസ്താദവരുകൾ ഇവിടെ വരുമെന്ന് കേട്ടപ്പോൾ ഓടിക്കരപ്പ് വന്നതാണ്. ഞങ്ങളെ ഉസ്താദിന്റെ ദുആയിൽ ഞങ്ങളെ പങ്കെടുത്ത് ഞങ്ങളെ സന്തോഷത്തിലാണ്. അല്ലാഹുവേ, ഉസ്താദിന്റെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ ഈ ഒരു ദുആയിന് മാത്രമല്ല, ഉസ്താദവരുകൾ കഅബാലയത്തിന്റെ ഉള്ളിൽ ചെന്ന് ദുആ ഇരക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കാറുണ്ട്. ഹബീബിന്റെ റസൂലിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ മറക്കാറില്ല. ഞങ്ങളെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അനുയായികളെയാണ്. ഞങ്ങളെ ഉസ്താദിന്റെ മുഴുവൻ ദുആയിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ.
അല്ലാഹുവേ ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഞങ്ങളെ ഈമാന് സലാമത്താക്കണേ അല്ലാഹ്. ഈമാനിന് കാവല് തരണേ അല്ലാഹ്. ഈമാനിന് ഹിഫ്ള് നൽകണേ അല്ലാഹ്. ഈമാനിന് ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തുപോയി. ഒന്നും നീയില്ല എന്ന വിശ്വാസത്തിലല്ല, ആഖിറമില്ല എന്ന വിശ്വാസത്തിലല്ല. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ സാഹചര്യങ്ങൾ അകമപ്പെട്ടുപോയി, തെറ്റുകുറ്റങ്ങൾ പലതും ചെയ്തുപോയി. രഹസ്യവും പരസ്യവും ആളറിഞ്ഞുമല്ലാതെ രാത്രിയും പകലുമായി ഒരുപാട് തെറ്റ് ചെയ്ത ഭാവികളാണ് റബ്ബേ ഞങ്ങളോട്. നീയല്ലാതെ ഞങ്ങൾക്ക് പുറത്തു തരാനില്ലല്ലോ, നീയല്ലാതെ ഞങ്ങളെ കാക്കാനില്ലല്ലോ, നീ നിന്നില്ലല്ലാതെ ഞങ്ങൾക്ക് മഹുപുറത്ത് പ്രതീക്ഷയില്ലല്ലോ. ഞങ്ങളെ സകലമാന തെറ്റുകുറ്റങ്ങളും നീ മാറ്റുകൊള്ളണേ റഹ്മാനെ. ഒരാളെ തിന്മധികരിച്ചു, നന്മതിനനുസരിച്ചില്ല എങ്കിൽ അവർക്കൊക്കെ വലിയ പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ഹബീബ് ഓടിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ വലിയ രോഗങ്ങളൊന്നും കൊണ്ട് ദുനിയാവിലൊക്കെ പരീക്ഷിക്കല്ലോ റഹ്മാനെ. വലിയ നൽകല്ലോ റഹ്മാനെ. വലിയ പരീക്ഷണങ്ങൾ നൽകല്ലേ റഹ്മാനെ. ക്യാൻസർ ഒന്നും നൽകല്ലോ റഹ്മാനെ. ട്യൂമർ നൽകല്ലേ റഹ്മാനെ. പഴയകാലത്ത് ഓരോ വീടുകളിലും ഓരോ പനിയുള്ളവരുണ്ട്. ഇന്ന് ഓരോ വീടുകളും ഓരോ ക്യാൻസർ രോഗികളാണ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പോറ്റേണ്ടത് ഞങ്ങളാണ്, കടലിൽ പോകേണ്ടത് ഞങ്ങളാണ്, വെറുതെ നടത്തേണ്ടത് ഞങ്ങളാണ്, ഉമ്മയെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളാണ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വല്ലതും കൊണ്ടുകൊടുക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങളെ ഉമ്മാക്ക് ഞങ്ങളിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഞങ്ങളെ ഉപ്പാക്ക് ഞങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ കുഞ്ഞുമക്കളെ മുമ്പിലേക്ക് വല്ലതും കൊണ്ടുകൊടുക്കുമ്പോൾ ഓടി വരാൻ ഒരാളുണ്ട്. ആ സ്ഥാനത്ത് ഞങ്ങൾക്കൊരു രോഗം വന്ന് ഞങ്ങളെ കിടന്നുപോയാൽ ഞങ്ങളെ കുടുംബം പട്ടിണിയായി പോകും. ഞങ്ങളെ ഉമ്മ കണ്ണീരൂടിക്കേണ്ടി വരും. ഞങ്ങളെ മക്കള് പട്ടിണിയായി പോകും. ഞങ്ങളെ കുടുംബങ്ങളുടെ സമത്വമായി പോകും. നീ കാത്തോളണേ അല്ലാഹ്, നീ കാത്തോളണേ അല്ലാഹ്, നീ കാത്തോളണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പാവങ്ങളാണ്. ഒരു ചെറിയ തലവേദന വന്നാൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാറില്ല, പല്ലുവേദന ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാറില്ല, വയറുവേദന വന്നാൽ മിണ്ടാൻ കഴിയാറില്ല. ഇങ്ങനെ വിഷമിക്കുന്ന ഞങ്ങൾക്ക് മഹാന്മാരെ പോലെ വലിയ ഈമാനൊന്നുമില്ലല്ലോ. ഈമാനിന് കളങ്കം വരുന്ന ഒരു രോഗവും തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ വേദനിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് പ്രായമുള്ള ഉപ്പമാര് മകരിവിന് വന്ന് നിന്നതാണ്. ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവരാണ്. എന്നേക്കാൾ വലിയ അലിമീങ്ങൾ സഖാഫിയായാലും മക്കളിയായാലും ഫാദിലിയായാലും ഫൈസിയായാലും ധാരിമിയായാലും ഒരുപാട് അലിമീങ്ങൾ ഇവിടെ നിലനിന്ന് നിൽക്കുന്നവരാണ്. അവരെ മുമ്പിൽ എണീറ്റ് നിൽക്കാനോ വയത് പറയാനോ ഇൽമു പറയാനോ ഒരു കഴിവും ഈ പാവത്തിന്റെ കയ്യിലില്ല. അല്ലാഹുവേ അവരെ റിഫത്ത് നൽകണേ റഹ്മാനെ. ഇവിടെയുള്ള പ്രായമുള്ള ഉപ്പമാർക്ക് അറിയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ ഈ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കിടത്തിക്കളയല്ലേ റഹ്മാനെ. കുടുംബത്തിന് വിഷമമായി കിടത്തല്ലേ റഹ്മാനെ. ഹയാത്തുള്ള കാലത്തോളം ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കടലിലുള്ള നിന്റെ അനുഗ്രഹം കുറഞ്ഞാൽ ഞങ്ങളൊക്കെ പട്ടിണിയാണ്. കടൽ തൊഴിലാളികളോട് ഹബീബായ നിബിതങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ പറയാനുണ്ട്. അതേ മഹാന്മാരായ സ്വാധീനങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സമയമില്ലല്ലോ. അല്ലാഹുവേ അവർക്ക് നീ അനുഗ്രഹം ചൊരിയണേ റഹ്മാനെ. കഴിഞ്ഞ ആഴ്ച വരെ മർക്കസിൽ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായപ്പോ വന്യരായ ഉസ്താദ് അവർ ഞങ്ങളോട് ഉപദേശിച്ചത്, നിങ്ങളെ കടപ്പുറത്ത് ജോലിക്ക്, നിങ്ങളെ കടപ്പുറത്ത് പ്രഭാഷണത്തിന് പോകുമ്പോ അവരെ നിങ്ങളെ കടപ്പുറക്കാരെന്ന് വിളിക്കാൻ പാടില്ല, കടൽ തൊഴിലാളികളെന്ന് വിളിക്കണം, കടലുള്ള തൊഴിലാളികളെന്ന് വിളിക്കണം എന്നല്ലാതെ കടപ്പുറക്കാരെന്ന് വിളിച്ചാൽ അവർക്കതൊരു വേദനയാണ്. അതേ ഏറ്റവും പാവങ്ങളായി കാണുന്നൊരു വിഭാഗത്തെ ഞങ്ങൾക്കുള്ള വളരെ രഹസ്യമായ ഹൃദയത്തിനോട് അവർക്ക് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി ദുആഇറക്കുകയും ചെയ്ത സൂചനയാണ്. 24 വർഷത്തിന് ശേഷം ഞങ്ങളിലേക്ക് ഇവിടെ വന്നുപോയത്. ഇനിയും ഞങ്ങൾ ഉസ്താദിനെ കാണാൻ ഒരുപാട് ആഫിയത്ത് ഉസ്താദിന് കൊടുക്കണേ റഹ്മാനെ. ആയിരാരോഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്ന് തിങ്കളാഴ്ച ദിവസം നോമ്പാണ് ഉസ്താദ്, ഞങ്ങളെ നോമ്പോറ്റിട്ടില്ല.
80ഓളം വയസ്സായിട്ട് മുസ്താദ് സുന്നത്ത് നോമ്പ് ഒഴിവാക്കിയില്ല, തഹജ്ജുദ് ഒഴിവാക്കുന്നില്ല, സുബ്ഹാനല്ലാഹ് ദിക്റുകൾ ഒഴിവാക്കുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾ കണ്ട മഹാന്മാരെ കൂട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച മഹാനവരുകൾക്ക് ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. കുണ്ടൂർ ഉസ്താദ് ആദരിച്ചല്ലോ, ബഹുമാനപ്പെട്ട സീമിൽ മടവൂര് തങ്ങൾ ആദരിച്ചല്ലോ, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ബഹുമാനിച്ചല്ലോ. ഞങ്ങളെ ഉസ്താദിനെ നീ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ റഹ്മാനെ. ഞങ്ങളെ ആയുസ് 10 കൊല്ലം കണ്ട് കുറച്ചാലും ഞങ്ങളെ ഉസ്താദിന്റെ ആയുസിന് വർധനവ് നൽകണം റഹ്മാനെ. ആരെന്ത് കുപ്രചനങ്ങൾ പറഞ്ഞാലും ഞങ്ങളെ ഉസ്താദിന്റെ ഹിമ്മത്ത് നീ കൂട്ടിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സംഘടനയ്ക്ക് നീ ഐക്യം നൽകണേ റഹ്മാനെ, കെട്ടുറപ്പ് നൽകണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാര് വിദൂരതിക്കില്ലെന്ന് ഇവിടെ വന്നവരുണ്ട്, അവരും പാവങ്ങളാണ്. അല്ലാഹുവേ, ആഫിയത്ത് നൽകണമല്ല. കെട്ടിക്കാനുള്ള മകനെ കണ്ടാൽ ഉപ്പാക്ക് വേദനയാണ്, മകളെ കണ്ടാ ഉമ്മാനെ നെഞ്ചകം കൊടുക്കുകയാണ്. അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലാഹ്. കെട്ടാൻ ആഗ്രഹിക്കുന്ന തുരിതിരക്കുള്ള ചെറുപ്പക്കാർക്ക് മനസ്സിലിണക്കുന്ന ഭാര്യമാരെ കൊടുക്കണേ റഹ്മാനെ. കുടുംബം കലക്കുന്ന പെണ്ണാക്കല്ലോ. ഞങ്ങൾ ഇതുപോലെ വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോ റഹ്മാനായ റബ്ബേ, ഈ ഒരു ബാങ്കിൽ വരണമെന്നൊരു ആവശ്യമില്ല, പക്ഷേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെയുള്ള ചെറുപ്പക്കാര് സിനിമക്ക് പോകാതെ, അതേ സീരിയലിന് മുന്നിലിരിക്കാതെ അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങളെ സംഘടനയോടും ആത്മീയങ്ങളോടുള്ള ആദരവുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നതാണ്. ഈ പരിപാടി പങ്കെടുക്കാതെ വീട്ടിൽ പോയി കിടന്നാൽ ആരും ഞങ്ങളോട് കോപിക്കില്ല എന്നൊക്കെ ഉറപ്പുണ്ടായിട്ടും ഞങ്ങളോട് സഹകരിച്ച പൊന്നുപുറത്തക്കാർക്ക് നീ ആയുരാരോഗ്യം കൊടുക്കണമല്ല. ഞങ്ങള് പല ഭാഗത്തേക്ക് യാത്ര പോകുന്നവരാണ്, ഞങ്ങളെ യാത്ര മുഴുവൻ രാത്രികളിലാണ്. അല്ലാഹുവേ, ഇവിടെയാണ് അപകടം പിണഞ്ഞു കിടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ താജിലും ഉള്ള ആളെ തപ്പാപ്പാന്റെ ബർക്കത്തുകൊണ്ട് കാവേദരനെ റഹ്മാനെ. ഞങ്ങളെ യൂസുഫ് സഖാഫി ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഇനി ഷഹീദിന്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരെ മക്കൾക്ക് സന്തോഷം നൽകണേ റഹ്മാനെ, കുടുംബത്തിലെ ഹൈറ് നൽകണേ റഹ്മാനെ. ലോകത്തുള്ള ആളെ തപ്പാപ്പാന്റെ കൈയൊന്നു പിടിക്കാന്, ഓക്കെ ഉസ്താദിന്റെ കൈ പിടിക്കാന്, ശംസുലുലബിയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കൈ പിടിക്കാന്, കൈപിടിച്ച ഹബീബിന്റെ സാരത്വന്നതല്ല. ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. എത്രയോ അനാവശ്യങ്ങൾ ഞങ്ങൾ സ്വപ്നത്തിലുണ്ട്, എത്രയോ സ്ത്രീകളെ ഞങ്ങൾ സ്വപ്നത്തിലുണ്ട്, എത്രയോ സിനിമാ നടികളെ ഞങ്ങൾ സ്വപ്നത്തിലുണ്ട്. പക്ഷേ ഞങ്ങളെ മദീനയെ രാജാവ് മാത്രം ഞങ്ങളെടുക്കൽ വരാത്തത് ഞങ്ങളെ കണ്ണ് ശരിയാവാത്തത് കൊണ്ടാണ്, ഞങ്ങളെ മനസ്സ് ശുദ്ധമാവാത്തത് കൊണ്ടാണ്, ഞങ്ങളെ നാവിലൂടെ സ്വലാത്ത് വരാത്തത് കൊണ്ടാണ്. ഞങ്ങളെ ഹബീബിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂടെ റഹ്മാനെ. ഹബീബിനെ കാണുന്നവരെ കടമുണ്ടെങ്കിൽ ആ കടം അല്ലാഹു വീട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതല്ലേ. ഹബീബിനെ കണ്ടവൻ ഈമാനില്ലാതെ മരിക്കൂല എന്ന് മഹാന്മാര് പറഞ്ഞതല്ലേ. ഹബീബിനെ കണ്ടവന് റൗളയിലേക്ക് പോവാൻ, ഹജ്ജ് ചെയ്യാത്തവനാണെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് പറഞ്ഞതല്ലേ. വിവിധങ്ങളെ കാണുന്നവന്റെ ദോഷം പൊറുക്കുമെന്ന് മഹാന്മാരായ സയ്യിദ് മുസ്തഫൽ ബക്കരി തങ്ങളടക്കമുള്ളവർ പറഞ്ഞതല്ലോ. അല്ലാഹുവേ, ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. നീ അതിന് പറ്റുന്ന മനസ്സാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതം 33 കൊല്ലം കഴിഞ്ഞു, ഒരു റക്അത്ത് പോലും അല്ലാഹ് എന്ന ചിന്തയോടെ നിസ്കരിച്ചത് ഞങ്ങളെ ജീവിതത്തിൽ ഓർമ്മയില്ലല്ലോ. ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ അമലുകളൊന്നും തള്ളി നീക്കല്ലോ റഹ്മാനേ. ഞങ്ങളെ നിസ്കാര മുഖത്തേക്ക് പുരട്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വെച്ച് 500,000 അസാധുവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എത്ര വേദനിച്ചുപോയി. നാളെ ആഖിറത്തിൽ ഞങ്ങൾ കൊണ്ടുചെടുത്ത നിസ്കാരവും ഞങ്ങൾ തരുന്ന നോമ്പുമെല്ലാം അസാധുവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് ബാങ്കിൽ പോയി അത് മാറ്റിയെടുക്കും.
നീ അസാധുവാക്കല്ലേ റഹ്മാനേ. ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനേ. മുത്തഖീങ്ങളിൽ നിന്ന് കബൂലാക്കിയ പോലെ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സംഘടന പ്രവർത്തനം നിന്റെ പൊരുത്തത്തിലാക്കണം. ഒരുപാട് നേതാക്കന്മാര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിൽ ഹബീബിന്റെ പൊരുത്തം ഇറങ്ങുന്ന മജ്‌ലിസാക്കണം അല്ലാഹ്. ഞങ്ങളെ ഏത് അനുഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞാലും ഈമാനാകുന്ന അനുഗ്രഹം മാത്രം എടുത്തു കളയല്ലേ അല്ലാഹ്. ഈമാനില്ലാതെ ഞങ്ങളെ മരിച്ചാൽ നിസ്കാരത്തിന് കൂലി കിട്ടൂരല്ലോ, ഹജ്ജിന്റെ കൂലി കിട്ടൂരല്ലോ, മുഹമ്മിന്റെ പ്രതിഫലം കാണൂരല്ലോ. ഞങ്ങൾ വയത് പറഞ്ഞതിന്റെ കിതാബ് ഓടിക്കടിച്ചതിന്റെ യാത്രവീപതിന്റെ സംഘടന പ്രവർത്തനം നടത്തിയതിന്റെ പ്രതിഫലങ്ങളൊന്നും ഈമാനില്ലാതെ മരിച്ചാൽ കിട്ടൂരല്ലോ. നിങ്ങൾ ഈമാനിന് സലാമത്ത് നൽകണം റഹ്മാനേ. മരിക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ഹബീബിന് എന്ന് കാണണം. പുഞ്ചിരിച്ച മുഖവുമായി ഞങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് മുത്തുനബി ഞങ്ങളോടൊരു സലാം പറയണം. അത് കേൾക്കുമ്പോ ഞങ്ങൾക്കും തിരിച്ചൊരു സലാം അടക്കണം. എവിടങ്ങളെ ചൊല്ലിത്തരുന്ന തൊഴിലൂലെന്ന് കൊല്ലണം. അത് കേട്ടുറക്കെ ഞങ്ങൾക്ക് പുഞ്ചിരി രൂപീയെന്ന് മരിക്കണം. മരിക്കുന്ന നേരത്ത് ഞങ്ങളെ നെറ്റിത്തടം ഉയർക്കണം. ഞങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകണം. അതേ മൂക്കിന്റെ ദോരം കുറച്ചങ്ങ് ഓർക്കണം. ഇതൊക്കെ നല്ല മരണത്തിന്റെ സൂചനയാണെന്ന് ഹബീബ് ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുഞ്ചിരി തൂകി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയി നിന്റെ ഇഷ്ടപ്പെട്ട മശായിഖന്മാരുടെ അർവാഹിറങ്ങുന്ന മജ്‌ലിസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കോളൂ അല്ലാഹ്. മഹാനായ നെല്ലിക്കുട്ടി ഉസ്താദ് വഫാത്തായി കിടക്കുന്നത് കണ്ടപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. വലിയ ഭാഗ്യവാന്മാരല്ലേ. താജുൽ ഉലമയുടെ വഫാത്തിന്റെ നേരത്ത് പുറതെല്ലാം പറഞ്ഞു, യാസീനോദാൻ പറഞ്ഞു, പുറത്തിട്ട് പെൺകുട്ടികളോടൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞു. ഉറക്കയൊന്നു വലിയ മക്കളെല്ലാം കേൾക്കുന്ന രൂപത്തില്ല ഇലാഹയില്ല. ആഹുവേ, ഞങ്ങളെവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് ഞങ്ങൾക്കറിയൂല. ആഹുവേ, ഈമാനില്ലാത്ത മരണത്തിൽ നിന്ന് കാവല് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് ഹബീബിനെ കാണാതെയാണ്, ഹബീബിനെ മഹബത്ത് വെച്ചത് കാണാതെയാണ്. എന്നാ നാളെ മസ്റയിലേക്ക് ചെന്ന് സ്വർഗത്തിലേക്കൊന്ന് കയറി ചെല്ലണം. ദൂരെ നിന്ന് ഞങ്ങളുടെ മുത്തുനബി ഒന്ന് നോക്കിക്കാണണം. ഓടി ചെല്ലാൻ തുടങ്ങുമ്പോൾ വഴിയരികിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഉള്ളാളത്ത് പാപ്പാനെ കാണിക്കണം. മഹാന്മാരായ സയ്യിദുമാരെയൊക്കെ കാണണം. അവരെ കയ്യൊക്കെ ഒന്ന് പിടിച്ച് ഞങ്ങൾ SYS-കാരും SSF-കാരും മുസ്ലിം ജമാഅത്തുകാരുമെല്ലാം ഒത്തൊരുമിച്ച് ഉള്ളാളത്തെ പാപ്പാന്റെ നേതൃത്വത്തിൽ കമറുലമകാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഹബീബിന്റെ ചാരത്തൊന്ന് ചെല്ലണം. എല്ലാ കൈയൊന്ന് പിടിക്കണം, സലാം പറയണം, തൊട്ടൊന്ന് കുത്തണം, കെട്ടിയൊന്ന് പിടിക്കണം, കവിൾത്തണത്ത് തൂരാ ചുംബനം കൊടുക്കണം. ചോദിക്കുന്നത് വലുതാണെങ്കിലും തരാനിന്നെ കൊണ്ട് കഴിയണല്ലോ. നീ വെറുതെയാക്കല്ലേ റഹ്മാനെ, നീ വെറുതെയാക്കല്ലേ റഹ്മാനെ. ഞങ്ങളാക്കിയ ഞങ്ങളെ ഉപ്പ ഇന്ന് ഖബറിലാണ്. ഞങ്ങൾക്ക് ഓടിത്തന്ന ഉസ്താദുമാര് പലരും ഖബറിലാണ്. ഞങ്ങളെ സഹായിച്ച് ഭക്ഷണം നിന്ന പലരും ഖബറിലാണ്. ഖബറിലേക്ക് ഇവിടെ ചൊല്ലിയതിന്റെ മിസിന് സവാബ് നൽകണം റഹ്മാനെ. ഉപ്പ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന്റെ സമാധാനം വലതുഭാഗത്തുള്ള ഞങ്ങളെ ചിറകായ ഉമ്മയുണ്ടോ? ഞങ്ങളെ ഉമ്മയില്ല എങ്കിൽ ഞങ്ങളെ ജീവിതത്തിലൊരു ബറക്കത്തുമില്ല. ഉമ്മയുടെ പ്രാർത്ഥന ഞങ്ങളെ വയല്, ഉമ്മയുടെ പ്രാർത്ഥനയാ ഞങ്ങളെ ഉയർച്ച, ഉമ്മയുടെ പൊരുത്തമായെല്ലാം. ഉമ്മയില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഉമ്മയില്ലാതെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല. ഞങ്ങൾ എത്ര പാതിരാത്രിയിൽ വീട്ടിൽ കയറി ചെന്ന് വിളിച്ചാലും അർദ്ധരാത്രിയിൽ വീട് തന്ന് തുറന്നു തരുന്നത്, കുറ്റി തുറന്നു തരുന്നത് ഞങ്ങൾ ഉമ്മ തന്നെയാണ്. അവേ, ഞങ്ങളെ ഉമ്മമാരെ നീ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ റഹ്മാനെ, നീ കൊണ്ടുപോകല്ലേ റഹ്മാനെ. ഉമ്മയോടോ ഉപ്പയോടോ ജീവിതത്തിൽ വല്ലപ്പോഴും പറ്റാത്ത വല്ല വാക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പൊരുത്തപ്പെട്ടുകൊണ്ടല്ലോ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. എടുത്തു പറയാനുള്ള ഒരേ ഒരു അമലേ ഞങ്ങളെ കയ്യിലുള്ളൂ. ഉമ്മായോടും ഉപ്പായോടുമുള്ള സ്നേഹം. അവരെ സ്നേഹിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് ഹബീബ് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയുള്ള കാലത്തിൽ ഒരു തവണ പോലും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കോ ഉപ്പാക്ക് പൊരുത്തമില്ലാത്തൊരു വാക്കോ